السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على عباده الذين اصطفى خصوصا على أفضلهم وخاتم النبيين محمد الأمين وعلى آله وصحبه أجمعين وبعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى التي باركنا حوله لنريه من آياتنا إنه هو السميع البصير. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ഫലസ്തീൻ അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സയുടെ ഒരു സമ്പൂർണ്ണ ചരിത്രമാണ് ഇൻഷാ അല്ലാഹ് ഒരൽപ്പം വിശദമായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് പരിശോധിക്കുന്നത്. ഈ ഒരു വിഷയം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പ്രപഞ്ച സൃഷ്ടാവ്. അപ്പോൾ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്തു. അതേപോലെ തന്നെ ഭൂമിയിലുള്ള കോടാനുകോടി മനുഷ്യരിൽ ചില ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൂതന്മാരായിട്ട് തെരഞ്ഞെടുത്തു. അതേപോലെ ഭൂമിക്കകത്ത് ഉള്ള ദിവസങ്ങൾക്കും മാസങ്ങൾക്കും സ്ഥലങ്ങൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ദിവസങ്ങൾക്കും മാസങ്ങൾക്കെല്ലാം ശ്രേഷ്ഠത കൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളെ നമ്മളും ശ്രേഷ്ഠമായിട്ട് കാണുകയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ശ്രേഷ്ഠത കൽപ്പിക്കാൻ കാരണം, അല്ലെങ്കിൽ ലൈലത്തുൽ ഖദർ അല്ലെങ്കിൽ അറഫ, ഈ ദിനങ്ങളെല്ലാം നമ്മൾ ശ്രേഷ്ഠത കൽപ്പിക്കാനുള്ള കാരണം അള്ളാഹു അതിനെ ശ്രേഷ്ഠമാക്കിയത് കൊണ്ടാണ്. റമദാൻ മാസത്തിന് നമ്മൾ ശ്രേഷ്ഠ നൽകാനുള്ള കാരണം അള്ളാഹു അതിനെ ശ്രേഷ്ഠമാക്കിയത് കൊണ്ടാണ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ട ഭൂമിയിലെ ചില പ്രദേശങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങൾ, ആ 3 സ്ഥലങ്ങളിൽ ഒന്നായ ബൈത്തുൽ മുഖദ്ദസ് അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സയെ സംബന്ധിച്ചാണ് നമ്മളിവിടെ പരാമർശിക്കുന്നത്. ഈ ഒരു വിഷയത്തിന് പ്രാധാന്യം വേണ്ട പോലെ പല ആളുകളും ഗ്രഹിക്കാത്തത് ഈ വിഷയത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ പല ആളുകളും മസ്ജിദുൽ അഖ്സയുടെ പ്രശ്നം അത് ഫലസ്തീന്റെ പ്രശ്നമായിട്ടാണ് അത് പല ആളുകളും തെറ്റിദ്ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഫലസ്തീന്റെ പ്രശ്നമല്ല അത്, മറിച്ച് ലോക മുസ്ലിങ്ങളുടെ പ്രശ്നമായിട്ട് കാണാനുള്ള ഒരു മനസ്സ് മുസ്ലിം ഉമ്മത്തിന് വരേണ്ടതുണ്ട്. പല ആളുകൾക്കും അതില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ പുണ്യസ്ഥലങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം മക്കയും മദീനയാണ്. മക്കയും മദീനയുടെ ചിത്രം മാത്രമാണ് മനസ്സിലേക്ക് വരുന്നത്. അഖ്സയെ സംബന്ധിച്ച് പ്രത്യേകം ഒരാൾ ഉണർത്തുന്ന സന്ദർഭത്തിൽ മാത്രമാണ് പലരും അതിനെ സംബന്ധിച്ച് ഓർക്കുന്നത്. അപ്പൊ മക്കയോടും മദീനയോടും നമുക്കുള്ള ഒരു വൈകാരിക ബന്ധം മസ്ജിദുൽ അഖ്സയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വിഷയത്തിലുള്ള പൊതുജനങ്ങളുടെ അജ്ഞതയാണ് അതിന് ഏറ്റവും വലിയ തെളിവ്. അതായത് മക്കയുടെയും മദീനയുടെയും ചരിത്രമെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ പല ആളുകളും അഖ്സയുടെ ചരിത്രം വേണ്ട പോലെ അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അതുമായിട്ട് അത്തരത്തിലൊരു വൈകാരിക ബന്ധം സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ്. അത് തീർച്ചയായിട്ടും അത്തരത്തിലൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഈമാന്റെ ഭാഗം കൂടെയാണ്. അതിനുള്ളൊരു ചെറിയ ശ്രമം മാത്രമാണ് ഇത്. ഇൻഷാ അല്ലാഹ് പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് 3 ഭാഗങ്ങളായിട്ട് സംസാരിക്കാനാണ്. ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുൻപുള്ള മസ്ജിദുൽ അഖ്സയുടെ ചരിത്രം, അതിനുശേഷം പ്രവാചകന്റെ കാലഘട്ടം, അതിനുശേഷം പിന്നീട് നമുക്കറിയാം ഖുലഫാ റാഷിദീങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞ് 20-ാം നൂറ്റാണ്ട് വരെ ഇന്ന് അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ വിഷയങ്ങളടക്കം വളരെ സംക്ഷിപ്തമായിട്ടുള്ള രൂപത്തിൽ, അത് സുദീർഘമായിട്ട് നമ്മൾ സംക്ഷിപ്തമായിട്ടുള്ള രൂപത്തിൽ പരാമർശിക്കാനുള്ള ശ്രമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്താണ് അത് പേരെടുത്തുകൊണ്ട് ആ ഒരു പള്ളി, അതായത് മസ്ജിദുൽ അഖ്സ എന്നുള്ള പേരെടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ച ആ ഒരു പദം, അതായത് സൂറത്തുൽ ഇസ്രാഇന്റെ ആദ്യത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്തുകൊണ്ട് തന്നെ ആ മസ്ജിദുൽ അഖ്സയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പിന്നീട് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിശുദ്ധ ഭൂമിയെ സംബന്ധിച്ച് പറയാൻ വേണ്ടി 2 പദങ്ങളാണ് ഉപയോഗിച്ചതായിട്ട് നമ്മൾ കാണുക. ഒന്ന് ബറക്ക അല്ലെങ്കിൽ മുബാറക് എന്നുള്ള പദം, രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദം മുഖദ്ദസ് എന്നുള്ള പദമാണ്. പരിശുദ്ധ ഖുർആനിൽ 5-6 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിശേഷണങ്ങൾ ചേർത്ത് ആ പ്രദേശത്തെ വിവരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സൂറത്തുൽ ഇസ്രാഇന്റെ ആദ്യത്തെ വചനത്തിൽ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലതി ബാറക്നാ ഹൗലഹു, അവിടെ ബറക്ക എന്നുള്ള പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മസ്ജിദുൽ അഖ്സയുടെ പരിസരം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു എന്നാണ് ആയത്തിൽ പറയുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കുക, അതായത് അതിന്റെ പരിസരം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമാക്കിയിട്ടുണ്ടെങ്കിൽ അഖ്സയുടെ അനുഗ്രഹം എത്രയായിരിക്കും? സുബ്ഹാനല്ലാഹ്. വീണ്ടും നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിൽ
ലൂത്ത് നബിയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്തുൽ അംബിയാഇന്റെ 71-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വനജൈനാഹു വലൂത്തൻ ഇലൽ അർളിൽ ലത്തി ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ. ലോകർക്ക് വേണ്ടി അനുഗ്രഹീതമാക്കപ്പെട്ട പ്രദേശത്തേക്ക് അദ്ദേഹത്തെയും, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ലൂത്തിനെയും ഞാൻ രക്ഷപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവിടെ ഈ രണ്ട് പ്രവാചകന്മാർ, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ആ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ടാണ് ആ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിക്കപ്പെട്ട കഅബയാണ് ഏറ്റവും വിശുദ്ധമായിട്ടുള്ള സ്ഥലം. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് നിർമ്മിച്ചു. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് ആ ഒരു പ്രദേശം അറബികൾക്കിടയിൽ മാത്രം പരിമിതമായിരുന്നു. അതായത് അതിന്റെ വിശുദ്ധിയെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് ആ പ്രദേശത്തുള്ള ആളുകൾ മാത്രമാണ്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ആ ഒരു സ്ഥലത്തിന്റെ വിശുദ്ധി അവർക്ക് അറിയില്ലായിരുന്നു പ്രവാചകന്റെ ആഗമനത്തിന് മുമ്പ് വരെ. പക്ഷെ അതേ സന്ദർഭത്തിൽ നമ്മൾ മസ്ജിദ് അഖ്സയെ സംബന്ധിച്ച് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ പ്രവാചകന്മാരാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കപ്പെട്ട ഒരു സ്ഥലമാണ് ബൈത്തുൽ മുഖദ്ദസ് അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സ എന്നുള്ളത്. മനോഹരമായിട്ടുള്ള ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു പ്രസ്താവന നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്ക വിശുദ്ധമാക്കി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയും വിശുദ്ധമാക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം മസ്ജിദുൽ അഖ്സയെ വിശുദ്ധപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്. മനോഹരമായിട്ടുള്ള പ്രസ്താവന. അതെന്താന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ചതിന് ശേഷമാണ് അത് വിശുദ്ധമായത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയി അവിടെ പ്രവാചകൻ വിശുദ്ധപ്പെടുത്തിയതിന് ശേഷമാണ് ആ ഒരു പ്രദേശം വിശുദ്ധാക്കിയത്. പക്ഷേ അതേ സന്ദർഭത്തിൽ മസ്ജിദുൽ അഖ്സ അത് വിശുദ്ധമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നേരിട്ട് വിശുദ്ധപ്പെടുത്തിയെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ഈ ആയത്തുമായിട്ട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ, ലോകർക്ക് വേണ്ടി അനുഗ്രഹീതമാക്കപ്പെട്ടു എന്നുള്ളതാണ്. വിചിത്രമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇന്ന് ലോകത്തുള്ള പ്രബലമായിട്ടുള്ള 3 മതങ്ങളും ഒരേപോലെ വിശുദ്ധമായിട്ട് കാണപ്പെടുന്ന ഭൂമിയിലെ ഒരേ ഒരു സ്ഥലമാണ് ജെറൂസലേം അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്ന പ്രദേശം. അവിടെ നമ്മൾ പോയാൽ ജൂതന്മാരെ കാണാൻ സാധിക്കും, കാരണം അവരുടെ വിശുദ്ധ പ്രദേശമാണ്. അതേപോലെ തന്നെ മുസ്ലിങ്ങൾ അതേ സ്ഥലത്ത് വിശുദ്ധമായിട്ട് കണ്ട് അവിടെ സന്ദർശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ക്രൈസ്തവരായിട്ടുള്ള ആളുകളും അവിടെ സന്ദർശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഭൂമിയിൽ മറ്റൊരു സ്ഥലവും ഇതേ രൂപത്തിൽ വിശുദ്ധമാക്കപ്പെട്ട ഒരു സ്ഥലമില്ല എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശം ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ എന്നുള്ള ആ ഒരു പരാമർശം എല്ലാ അർത്ഥത്തിലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ സൂറത്തുൽ അംബിയാഇന്റെ 81-ാമത്തെ വചനത്തിൽ വലി സുലൈമാന റീഹ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കാറ്റിനെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു. എന്തിന്? തജ്രി ബി അംരിഹി ഇലൽ അർളിൽ ലത്തി ബാറക്നാ ഫീഹ. സൂറത്തുൽ അംബിയാഇന്റെ 81-ാമത്തെ വചനം. നാം അനുഗ്രഹിക്കപ്പെട്ട പ്രദേശത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കാറ്റിനെ കീഴ്പ്പെടുത്തി എന്നാണ് പറയുന്നത്. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഉപയോഗിച്ച പദം ബാറക്നാ ഫീഹ എന്നുള്ളതാണ്. ബറക്ക എന്നുള്ള പദം അവിടെയും ചേർത്ത് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അതേ സന്ദർഭത്തിൽ രണ്ടാമതായിട്ട് നാം പറഞ്ഞ മുഖദ്ദസ് എന്നുള്ള പദം അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നാവിലൂടെയാണ് പുറത്തു വരുന്നത്. മസ്ജിദുൽ അഖ്സയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ സൂറത്തു മാഇദയുടെ 21-ാമത്തെ വചനത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ ഖൗമി ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള പവിത്ര ഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുക. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പിന്നീട് സൂചിപ്പിക്കും. അപ്പൊ ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു ഭൂമിയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അർദുൽ മുഖദ്ദസ് അല്ലെങ്കിൽ അർദുൽ മുബാറക്, അനുഗ്രഹീതമായിട്ടുള്ള ഭൂമി അല്ലെങ്കിൽ വിശുദ്ധ ഭൂമി എന്നുള്ള ഈ 2 രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. പിന്നീട് അതിന്റെ ശ്രേഷ്ഠതയെ വിശദീകരിക്കുന്ന പ്രവാചക വചനങ്ങൾ നിരവധിയാണത്. ഇൻഷാ അല്ലാഹ് പ്രവാചകന്റെ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് അവിടെ സൂചിപ്പിക്കാം. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പുള്ള അതിന്റെ ആ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഇമാം ബുഖാരി ധരിക്കപ്പെടുന്ന ഒരു ഹദീസ്, സ്വഹീഹുൽ ബുഖാരിയിൽ അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ധരിക്കപ്പെടുന്നതായിട്ടുള്ള ഹദീസ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, അയ്യ മസ്ജിദിൻ ഉദിഅ ഫിൽ അർളി അവ്വൽ, ഭൂമിയിൽ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ട അള്ളാഹുവിന്റെ ഭവനം ഏതാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു,
മസ്ജിദുൽ ഹറാം, മക്കയിലുള്ള മസ്ജിദുൽ ഹറാമാണ്. ശേഷം അബൂദർ അൽ ഗിഫാർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു സുമ്മായി, പിന്നീട് ഏതാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മസ്ജിദുൽ അഖ്സ. ഈ സന്ദർഭത്തിൽ അബൂദർ അൽ ഗിഫാർ അദ്ദേഹം ചോദിച്ചു കംകാന ബൈനഹുമ, അതിനിടയിൽ എത്ര വർഷത്തെ വിടവുണ്ടായിരുന്നു, എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 40 സനത്തൻ, 40 വർഷം. അപ്പൊ 40 വർഷത്തെ ഒരു കാലയളവിന് ഇടയിലാണ് ഈ രണ്ട് ഭവനങ്ങളും സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമാണ് ഈ രണ്ട് ഭവനങ്ങൾ സ്ഥാപിക്കപ്പെട്ടതെന്നാണ് പ്രബല ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. അതേ സന്ദർഭത്തിൽ ചെറിയ ന്യൂനപക്ഷം പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർ തന്നെ മറ്റൊരു അഭിപ്രായവും പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അവരുടെ അഭിപ്രായ പ്രകാരം ഈ രണ്ട് ഭവനങ്ങളും മലക്കുകളാണ് പണിതത്. ഭൂമിയിൽ മലക്കുകൾ വന്നിട്ടാണ് ഈ രണ്ടും സ്ഥാപിക്കപ്പെട്ടത്. പിന്നീട് ഈ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ആ ഒരു മഹാപ്രളയം വന്ന സന്ദർഭത്തിൽ അത് തകരുകയും പിന്നീട് അത് പുനർനിർമ്മിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൽപ്പിക്കപ്പെട്ടു എന്നാണ് പ്രഗത്ഭരായിട്ടുള്ള ചില പണ്ഡിതന്മാർ, ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, അതേപോലെ തന്നെ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി, അദ്ദേഹത്തെ പോലെയുള്ള രണ്ട് പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർ ഈ ഒരു അഭിപ്രായത്തെയാണ് അവർ പിന്താങ്ങുന്നത്. അതിന് തെളിവായിട്ട് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് കഅബ നിർമ്മിക്കാനുള്ള കൽപ്പന പറയുന്നതായിട്ട് ബന്ധപ്പെട്ട ആയത്തുകൾ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ, ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറയുടെ 127-ാമത്തെ വചനത്തിൽ വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത്, അവിടെ യർഫഉ എന്നുള്ള പദമാണ്. അല്ലാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ചു എന്നല്ല, മറിച്ച് അത് ഉയർത്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഫൗണ്ടേഷൻ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ വാദിക്കുന്നത്. അതേപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിലും ഇതേ കാര്യം പറഞ്ഞ സന്ദർഭത്തിൽ വഇദ് ബവ്വഅനാ ലി ഇബ്രാഹീമ മക്കാനൽ ബൈത്ത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കഅബ നിർമ്മിക്കാനുള്ള സ്ഥലം ഞാൻ നിർണയിച്ചു കൊടുത്തു എന്നാണ് അവിടെയും പറയുന്നത്. അപ്പൊ അവരുടെ അഭിപ്രായ പ്രകാരം അത് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു, മറിച്ച് ഇബ്രാഹിം നബി അത് പുനർനിർമ്മിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഈ ഒരു പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഏതായിരുന്നാലും ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടെ നിർമ്മിച്ചതാണ് എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നമുക്കറിയാം അദ്ദേഹത്തിന് 2 മക്കളാണ് ഉണ്ടായിരുന്നത്, ഒന്ന് ഇസ്മായിൽ, അതേപോലെ തന്നെ ഇസ്ഹാഖ്. അതിൽ ഇസ്ഹാഖിന്റെ മകനായിട്ടുള്ള യാക്കൂബ്, ആ യാക്കൂബിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നുള്ളത്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്, ആ പേരിന്റെ ഉത്ഭവമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനായ ഇസ്ഹാഖിന്റെ മകനായിട്ടുള്ള യാക്കൂബാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചതിന്റെ പിന്നിൽ രസകരമായിട്ടുള്ളൊരു കഥ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. നമ്മൾ ആ കഥ വായിക്കുകയാണെങ്കിൽ അസ്താഫുറുല്ലാഹ് എന്ന് പറയേണ്ടി വരും. അത്രയും വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ് ബൈബിളിൽ കാണാൻ സാധിക്കുന്നത്. എന്താന്ന് വെച്ചാൽ, ഒരിക്കൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വഴിയിലൂടെ നടക്കുന്ന സന്ദർഭത്തിൽ ദൈവം മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ വഴിയിൽ വെച്ച് ദൈവത്തെ കണ്ടുമുട്ടുന്ന അവസാനം അവർ തമ്മിൽ പരസ്പരം ഗുസ്തിയായി, പരസ്പരം മൽപ്പിടുത്തായിട്ട് അവർ തമ്മിൽ പരസ്പരം അടിയായി. അവസാനം ദൈവത്തെ യാക്കൂബ് ശക്തമായിട്ട് പിടിച്ചു വെക്കുകയാണ്. ആ സന്ദർഭത്തിൽ ദൈവം ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്നെ വിട്, എനിക്ക് പോകാൻ സമയമായിട്ട്, നേരെ ഒരുപാട് ഇരുട്ടി, എനിക്ക് തിരിച്ചു പോകണം. ആ സന്ദർഭത്തിൽ യാക്കൂബ് പറഞ്ഞത്രേ, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിങ്ങളെ വിടൂല, എനിക്ക് അനുഗ്രഹം നൽകണം, എങ്കിൽ മാത്രമേ ഞാൻ വിടുള്ളൂ. അപ്പോൾ ദൈവത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹം വാങ്ങുന്ന ഒരു അടിമ, അസ്തഗ്ഫിറുല്ലാഹ്, ഇതാണ് ബൈബിളിൽ എഴുതപ്പെട്ടത്. ആ സന്ദർഭത്തിൽ ദൈവം ചോദിക്കുകയാണ്, എന്താണ് നിന്റെ പേര്? അദ്ദേഹം പറഞ്ഞു യാക്കൂബ്. അപ്പൊ ദൈവം പറഞ്ഞു, ഇനി നിന്റെ പേര് യാക്കൂബ് എന്നല്ല, മറിച്ച് ഇസ്രായേൽ എന്നായിരിക്കും. കാരണം നീ ദൈവത്തോടും മനുഷ്യനോടും പൊരുതി ജയിച്ചിരിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, ഇതാണ് ബൈബിളിൽ എഴുതപ്പെട്ടതായിട്ട് നമ്മൾ കാണുക. കൃത്യമായിട്ടും നമുക്കറിയാം ബൈബിളിൽ ഇതേ രൂപത്തിലുള്ള കൈകടത്തലുകൾക്കുള്ള ഏറ്റവും നല്ല തെളിവാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ 32-ാമത്തെ അധ്യായത്തിലെ 20 മുതലുള്ള വചനങ്ങളിലാണ് ഈ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. പിന്നീട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അദ്ദേഹത്തിന് 12 മക്കളായിരുന്നു ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ 12 മക്കളുടെ ഗോത്രങ്ങളാണ് ബനു ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെട്ടത്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 12 മക്കളുടെ 12 ഗോത്രങ്ങളാണ് ബനു ഇസ്രായേൽ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. അപ്പൊ ഈ 12-ൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഗോത്രം അത് യൂദ എന്നറിയപ്പെടുന്ന ആളുടെ ഗോത്രമായിരുന്നു. അയാളുടെ ആ ഗോത്ര തലവന്റെ പേരാണ് യൂദ. അപ്പൊ ആ യൂദയുടെ ഗോത്രക്കാര് മറ്റുള്ള ആളുകളിൽ നിന്നും തങ്ങളെ വേർതിരിച്ചറിയാൻ വേണ്ടി അവർ സ്വയം യൂതന്മാരെന്ന് വിളിച്ചു. അവരെ വിളിച്ചത് യൂതന്മാരെന്നാണ്. ആ പദത്തിൽ നിന്നാണ് പിന്നീട് ജൂതൻ അല്ലെങ്കിൽ ജൂയിഷ് എന്നുള്ള പദം ഉണ്ടാകുന്നത്. അതായത് ജൂതന്മാരെന്നുള്ള പദം അത് യഥാർത്ഥത്തിൽ
അത് നമ്മൾ ബൈബിൾ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. മറിച്ച് ഇതാണ് അതിന്റെ ആ പദത്തിന്റെ ഉത്ഭവത്തിന് പിന്നിലുള്ള ചരിത്രം. ആ ഗോത്രക്കാർ സ്വയം വിളിച്ച ആ പേരാണ് പിന്നീട് ജൂതന്മാരെന്നുള്ള പേരിന്റെ ഉത്ഭവത്തിന് പിന്നിൽ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതാണ് നമ്മൾ അതുമായിട്ട് ചേർത്ത് മനസ്സിലാക്കേണ്ടത്. പിന്നീട് നമുക്കറിയാം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ആദ്യം താമസിച്ചത് ഫലസ്തീനിലായിരുന്നു. ഫലസ്തീൻ ബൈബിളിൽ കാനാൻ ദേശം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമുക്കറിയാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ കഥയുടെ ലൊക്കേഷനൊക്കെ ഫലസ്തീനാണ്. സൂറത്ത് യൂസുഫ് നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ ആദ്യം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അദ്ദേഹത്തിന്റെ സഹോദരന്മാർ പോയി കിണറ്റിലിടുന്ന ആ സംഭവം അരങ്ങേറുന്നത് ഫലസ്തീനിൽ വെച്ചുകൊണ്ടാണ്. പിന്നീട് നമുക്കറിയാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഈജിപ്തിലെത്തുന്നു. ഈജിപ്തിലെത്തിയതിനു ശേഷം അദ്ദേഹം അവിടുത്തെ മന്ത്രിയായിട്ട് മാറുന്നു. ആ കഥയുടെ അവസാനത്തിൽ സൂറത്ത് യൂസുഫിൽ ആ കഥയുടെ അവസാനത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും തന്റെ സഹോദരന്മാരെയും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫലസ്തീനിൽ നിന്നും ഈജിപ്തിലേക്ക് ക്ഷണിക്കുന്നു. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പിതാവും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും ഈജിപ്തിലേക്ക് താമസം മാറുകയാണ്. പിന്നീട് അവിടെ ഈജിപ്തിലാണ് താമസിക്കുന്നത്. അതാണ് സൂറത്ത് യൂസുഫിൽ നമ്മൾ കാണുന്ന ചരിത്രം. പിന്നീട് നമ്മൾ അതിനുശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ വരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔന്റെ കാലഘട്ടത്തിലുണ്ടായ ക്രൂരത, അവസാനം ആ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടുത്തി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടൽ കടന്ന് അവര് മറുകരയിൽ എത്തിയ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ജനതയോട്, അതായത് ആ കടല് കടന്ന് ജനതയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പുണ്യഭൂമിയിൽ പ്രവേശിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് നേരത്തെ പറഞ്ഞ ആയത്ത് വരുന്നത്. സൂറത്തുൽ മാഇദയുടെ 21-ാമത്തെ വചനത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, യാ ഖൗമി ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും. അള്ളാഹു നിങ്ങളോട് ആ വിശുദ്ധ ഭൂമിയിൽ പ്രവേശിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ഒരു സൂറത്തുൽ മാഇദ മനോഹരാണ്. ഈ ഒരു ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക. 22-ാമത്തെ ആയത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ഇത് പറഞ്ഞ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, അവിടെയുള്ള ആളുകളൊക്കെ ഭയങ്കര ശക്തന്മാരാണ്, ഫലസ്തീനിലുള്ള ആളുകൾ. അതുകൊണ്ട് ഇന്ന ഫിഹ ഖൗമുൻ ജബ്ബാരീൻ, അവർ മുഴുവനും ശക്തരായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പേടിയാണ്. അവിടെയുള്ള ആളുകളൊക്കെ നീ തുരത്തി ഓടിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ പ്രവേശിക്കാം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അവസാനം അവർ പറഞ്ഞ അവരുടെ ധിക്കാരം നോക്കുക. അവർ പറഞ്ഞത് ഫദ്ഹബ് അൻത വറബ്ബുക ഖാതില ഇന്ന ഹഉനാ ഖാഇദൂൻ. നീയും നിന്റെ അള്ളാഹുവും പോയിട്ട് യുദ്ധം ചെയ്തിട്ട് അവരെ തോപ്പിച്ചു വാ, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് അവർ പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കടൽ പിളർന്ന ആ ദൃഷ്ടാന്തം നേർക്ക് നേരെ കണ്ടു വന്ന ഒരു സമൂഹമാണ് ഞങ്ങളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന ഒരു പ്രവാചകന്റെ മുഖത്ത് നോക്കി ഒരു ധിക്കാരം പറയുന്നത്. അത്രയേറെ ദുഷ്ടൊരു ജനതയായിരുന്നു അത്. സുബ്ഹാനല്ലാഹ്. ആ ഒരു അത്രയും വരുന്ന ആ ജനസമൂഹത്തിൽ നിന്ന് 10,000-കണക്കിന് വരുന്ന അനുയായികളിൽ നിന്നും വെറും 2 പേര് മാത്രമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൂടെ പോകാൻ സന്നദ്ധമായത്. അതും സൂറത്തുൽ മാഇദയുടെ ആ ഭാഗത്ത് 23-ാമത്തെ ആയത്തിൽ ഖാല റജുലാനി മിനല്ലദീന യഖാഫൂന, അതിൽ അള്ളാഹുവിനെ ഭയക്കുന്ന 2 പേര് മാത്രം അതിന് സന്നദ്ധാവുകയാണ്. സുബ്ഹാനല്ലാഹ്. കഴിയെങ്കിൽ നിങ്ങൾ ആ സൂറത്തുൽ മാഇദയുടെ ആ ഭാഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ധിക്കാരത്തിന് അവർക്ക് ശിക്ഷ നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാല ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം 40 സന. നിങ്ങൾ 40 വർഷത്തേക്ക് നിങ്ങൾക്ക് ഇനി അവിടത്തേക്ക് പ്രവേശന അനുമതിയില്ല. അതായത് ഇനി വരുന്ന 40 വർഷം നിങ്ങൾക്ക് അവിടെ പ്രവേശിക്കാൻ അനുമതിയില്ല. അള്ളാഹു അവരെ വിലക്കുകയാണ്. ആ ജനതയുടെ ധിക്കാരത്തിനുള്ള ശിക്ഷയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ നൽകിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം എത്ര വിഷമിച്ചു കാണും. കാരണം തന്റെ ജനതയുടെ ഒരു പ്രവൃത്തി കാരണം അദ്ദേഹവും അത് അനുഭവിക്കേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് അതേ ആയത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഫലാ തഅസ അലൽ ഖൗമിൽ ഫാസിഖീൻ. ധിക്കാരികളായ ജനങ്ങളുടെ പേരിൽ നീ ദുഃഖിക്കരുത് മൂസ. സുബ്ഹാനല്ലാഹ്. പിന്നീട് 40 വർഷം പ്രവേശന അനുമതി ഇല്ലാതായതോടുകൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അനുയായികളും മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറ നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ സൂറത്തുൽ ബഖറയിൽ വരുന്ന നിരവധി സംഭവങ്ങളുടെ ലൊക്കേഷൻ യഥാർത്ഥത്തിൽ ഈ മരുഭൂമിയാണ്. അവിടെ വെച്ചുകൊണ്ടാണ് മന്നാ സൽവയും അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അതേപോലെ തന്നെ അവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുന്നൊരു ചോദ്യം സൂറത്തുൽ ബഖറയുടെ 61-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. ലം നസ്ബിർ അലാ തുആമിൻ വാഹിദ് ഫദ്അ ലനാ റബ്ബക യുഖ്രിജ ലനാ മിമ്മാ തുംബിത്തുൽ അർളു മിൻ ബഖലിഹാ വഖിസാഇഹാ വഫൂമിഹാ വഅദസിഹാ എന്ന് തുടങ്ങുന്ന സുദീർഘമായിട്ടുള്ള ആയത്തുകൾ.
മൂസയോട് അവർ പറയുകയാണ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു ഭക്ഷണം പോരാ, ഞങ്ങൾക്ക് ചീരയും ഗോതമ്പും പയറും ഉള്ളിയും ഇതെല്ലാം കൃഷി ചെയ്ത് അല്ലെങ്കിൽ അതെല്ലാം മുളപ്പിച്ച് തരാൻ വേണ്ടി നീ നിന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണം എന്ന് അവർ പറയുന്നതെല്ലാം അതേ മരുഭൂമിയിൽ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ പിന്നീട് വരുന്ന ആ പശുവിന്റെ സംഭവങ്ങളെല്ലാം അതെല്ലാം അരങ്ങേറുന്നത് ഈ ഒരു മരുഭൂമിയിൽ വെച്ചാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അത് 40 വർഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയത്. എന്താണ് 40 വർഷത്തിന്റെ കണക്ക്? അത് പ്രത്യേകം നമ്മൾ അറിയണം. അതിലുള്ള യുക്തി എന്താന്ന് വെച്ചാൽ ആ ഒരു ജനറേഷൻ കഴിഞ്ഞ് അടുത്ത ജനറേഷൻ, അടുത്ത തലമുറ വരാനുള്ള ആ ഒരു കാലഘട്ടം ആയിരിക്കണം ഒരുപക്ഷെ 40 വർഷം. അല്ലാഹു ആലം. ഏതായിരുന്നാലും ആ ഒരു പ്രദേശത്ത് വെച്ചുകൊണ്ട് ആ അലച്ചിലിനിടയിൽ തന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടുന്നത്. അപ്പൊ ആ ഒരു പുണ്യഭൂമിയിൽ പ്രവേശിക്കാൻ അദ്ദേഹം അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മൾ ചില ആളുകൾ ജീവിതത്തിൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും മക്കയിലൊന്ന് പോയി ഉംറ അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യണം എന്നുള്ളത്. വലിയ അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും മരണം വരെ. അതേ രൂപത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പ്രവേശിക്കാൻ. പക്ഷേ ആ ജനതയുടെ ധിക്കാരം കാരണം അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കുകയാണ്. അവസാനം മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവസാനമായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചത് എന്താന്ന് വെച്ചാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് വെച്ച് അതിലേക്ക് ഒരു കല്ലെറിഞ്ഞാൽ എത്തുന്ന ദൂരത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു എന്നെ മരിപ്പിക്കണമെന്നാണ്. റമിയത്തൻ ബിഹജർ, അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവസാനത്തെ പ്രാർത്ഥന. അത് നമുക്ക് സ്വഹീഹു മുസ്ലിമിൽ പ്രവാചകന്മാരുടെ ശ്രേഷ്ഠത വിവരിക്കുന്ന ഫളാഇലുൽ അംബിയാ എന്നറിയപ്പെടുന്ന ആ അധ്യായത്തിൽ ഈ ഒരു ഹദീസ് കാണാൻ സാധിക്കും. അദ്ദേഹം അവസാനമായിട്ട് പ്രാർത്ഥിച്ചതാണ്, മസ്ജിദുൽ അഖ്സ കണ്ടുകൊണ്ട് എന്നെ നീ മരിപ്പിക്കണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, വല്ലാഹി ലൗ അന്നി ഇൻദഹു ലഅറഅയ്തുകും ഖബ്റഹു, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഖബർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ട ആ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരുമായിരുന്നു. വഴിയോരത്തുള്ള ഒരു ചുമന്ന മണൽ കുന്നിന്റെ അടുത്താണ് മൂസയുടെ ഖബറെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അതേ സന്ദർഭത്തിൽ നമ്മൾ ബൈബിൾ വായിക്കുന്ന സന്ദർഭത്തിൽ ബൈബിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ എന്താണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ബൈബിളിൽ ആവർത്തന പുസ്തകത്തിൽ 34-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 12 വരെയുള്ള വചനത്തിൽ ഈ സംഭവം ഇതേ രൂപത്തിൽ കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അവിടെ എഴുതപ്പെട്ട എന്താണെന്ന് വെച്ചാൽ മോവാബ് ദേശത്തെ നെബോ മലയുടെ മുകളിൽ വെച്ച് മോശെ മരിക്കുന്നു. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറി നിന്ന മലയുടെ പേരായിട്ട് അവിടെ പറയുന്നത് നെബോ എന്നാണ്. ആ സന്ദർഭത്തിൽ അവന് 120 വയസ്സായിരുന്നു. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ബൈബിളിൽ എഴുതപ്പെട്ട് നിങ്ങൾ നോക്കുക. അദ്ദേഹം അവസാനമായിട്ട് പ്രാർത്ഥിച്ചു, യഹോവേ, അതായത് അള്ളാഹുവേ, അടിയൻ ആ നല്ല ദേശം കണ്ടുകൊണ്ട് നല്ല ദേശം അവസാനമായിട്ടൊന്ന് കണ്ടുകൊള്ളട്ടെ. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവസാനത്തെ ആഗ്രഹം. എന്നിട്ട് ശേഷം മലയുടെ മുകളിൽ കയറി ആ ദേശം അദ്ദേഹം കണ്ടു. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് സ്വഹീഹുൽ ബുഖാരിയിലുള്ള സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസ് അതേ രൂപത്തിൽ ബൈബിളിൽ നമ്മൾ കാണുകയാണ്. ഇതെല്ലാം ഒരുപക്ഷെ തീർച്ചയായിട്ടും ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങൾ തന്നെ ആയിരിക്കണം. പക്ഷേ അതേ സന്ദർഭത്തിൽ അതിൽ മനുഷ്യവചനങ്ങളും കൂടെ കടന്നു ചേർന്ന് അത് വികലമായെന്നാണ് നമ്മൾ പറയുന്നത്. അതിന് ഏറ്റവും നല്ല തെളിവാണ് ഇതേ പോർഷനെ നമ്മൾ ഒരല്പം കൂടെ അടിയിലേക്ക് വായിച്ചാൽ, അതായത് ആവർത്തന പുസ്തകത്തിലെ 34-ാമത്തെ അധ്യായത്തിലെ 5ഉം 6ഉം വചനങ്ങളിൽ അവർ എഴുതപ്പെട്ട എന്താന്ന് വെച്ചാൽ, യഹോവയുടെ ദാസനായ മോശെ മോവാബ് ദേശത്ത് വെച്ച് മരണപ്പെട്ടു. എങ്കിലും ഇന്ന് വരെയും അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ഒരാളും അറിയില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിലാണത്ര ഈ പറയുന്നത്. അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ ഖബർ എവിടെയാണെന്ന് ഇന്ന് വരെ ആർക്കും അറിയില്ല എന്ന് അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ എങ്ങനെയാണ് എഴുതപ്പെടുക? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. തീർച്ചയായിട്ടും അത് പിന്നീട് എഴുതി ചേർത്താന്ന് വളരെ കൃത്യമാണ്. അത് ഇനി നേർക്ക് നേരം നമ്മൾ എടുത്ത് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ്, അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖബർ ഇന്ന് വരെ ആർക്കും അറിയില്ല എന്നാണ് ബൈബിളിൽ പറയുന്നത്. പക്ഷെ അതേ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എനിക്കറിയാമെന്നുള്ളതാണ്. ആ സ്ഥലം ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരുമായിരുന്നു എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിന്തുടർച്ചക്കാരനായിട്ട് വന്ന പ്രവാചകനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ എല്ലാം കാലത്ത് നടന്ന പല ദുരൂഹതകളുടെയും ചുരുളഴിക്കുന്നത് പിന്നീട് അവരുടെ എല്ലാം ശേഷം അവരുടെ പിൻഗാമിയായിട്ട് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും അദ്ദേഹത്തിന് അവതരിക്കപ്പെട്ട അന്തിമ വേദഗ്രന്ഥത്തിലൂടെയാണ് പല സംഭവങ്ങളും ലോകം അറിഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ജൂതന്മാര് അവിടെ ഉണ്ടായിരുന്ന റോമൻ ഭരണാധികാരിയെ സ്വാധീനിച്ച് അദ്ദേഹത്തെ കുരിശിലേറ്റി.
എന്താണ് സംഭവിച്ചത്, യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നോ, അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായിട്ടൊരു ചിത്രം ലോകത്തിൽ ഒരാൾക്കും അറിയില്ലായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മരണപ്പെട്ടതിന്റെ പിറ്റേ ദിവസം ശിഷ്യന്മാർക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ടെല്ലാം ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ട് അവിടെ സംഭവിച്ച എന്താണെന്ന് പിന്നീട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അതിനുശേഷം വന്ന പരിശുദ്ധ ഖുർആനാണ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസാഇന്റെ 157-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് യാതൊരു സംശയത്തിനിടയില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. നിങ്ങൾ അദ്ദേഹത്തെ കൊന്നിട്ടില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കൃത്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് വമാ ഖതലൂഹു യഖീന, തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തെ വധിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മുറിച്ചു കടന്ന സന്ദർഭത്തിൽ ഫിർഔൻ കടലിൽ അകപ്പെട്ടു എന്ന് നമുക്കറിയാം. പക്ഷേ എന്താണ് പിന്നീട് സംഭവിച്ചതെന്ന് ഒരാൾക്കും അറിയില്ല. കടലിൽ അകപ്പെട്ട ശേഷമുള്ള പിന്നീടുള്ള സംഭവങ്ങളെല്ലാം അത് അതേ രൂപത്തിൽ ഫിർഔന്റെ അന്ത്യനിമിഷങ്ങൾ ഒപ്പിയെടുത്ത് അവതരിപ്പിക്കുന്നത് അതിനുശേഷം വന്ന പരിശുദ്ധ ഖുർആനാണ്. സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും നമ്മുടെ വിഷയമല്ല. ഏതായിരുന്നാലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അവർക്ക് ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭൃത്യനായ യൂഷ അലൈഹി സ്വലാത്തു വസ്സലാം, യൂഷ ബിൻ നൂൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്, ആ പ്രവാചകനാണ് പിന്നീട് കടന്നു വരുന്നത്. ആരാണ് യൂഷ? നമുക്കറിയാം, സൂറത്തുൽ കഹ്ഫ് നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ പറഞ്ഞ സന്ദർഭത്തിൽ അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിദർ നബിയുടെ അടുത്തേക്ക് സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ കൂടെ ഒരു ഭൃത്യൻ സഞ്ചരിക്കുന്നതായിട്ട് സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ 60-ാമത്തെ വചനത്തിൽ വഇദ് ഖാല മൂസ ലി ഫതാഹു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭൃത്യനോട് പറഞ്ഞ സന്ദർഭം. ഭൃത്യൻ ആരാണെന്ന് സൂറത്തുൽ കഹ്ഫിൽ പറയുന്നില്ല. പക്ഷേ അതേ സന്ദർഭത്തിൽ അതേ സംഭവത്തെ വിവരിക്കുന്ന സ്വഹീഹ് മുസ്ലിമിലുള്ള സുദീർഘമായിട്ടുള്ള ഹദീസ്, സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഫൻതലഖ മഅഹു ഫതാഹു വഹുവ യൂഷ ബിൻ നൂൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ പോയ ആ ഭൃത്യൻ അത് യൂഷ ബിൻ നൂൻ ആണെന്ന് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. യൂഷ ബിൻ നൂൻ അദ്ദേഹം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം സൈന്യവുമായിട്ട് മസ്ജിദുൽ അഖ്സ കീഴടക്കാൻ പോകുന്നു. അദ്ദേഹം പോയതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം യുദ്ധം അവർക്ക് എല്ലാ അർത്ഥത്തിലും അനുകൂലമായിരുന്നു. പക്ഷേ സൂര്യൻ അസ്തമിക്കാനുള്ള സമയമായി. അപ്പം അസ്തമിച്ച് കഴിഞ്ഞാൽ അവർ യുദ്ധം നിർത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ശനിയാഴ്ചയാണ്. ശനി എന്നുള്ളത് ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സബത്ത് ദിനാണ്. അപ്പോൾ അവരുടെ ശരീഅത്ത് പ്രകാരം ശനിയാഴ്ച യുദ്ധം പാടില്ല. അതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ആ യുദ്ധം തീരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം സൂര്യനെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെടുന്ന സംഭവമാണിത്. കൃത്യമായിട്ട് സ്വഹീഹായിട്ടുള്ള ഹദീസാണ് പറയുന്നത്. അദ്ദേഹം സൂര്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്നക്കി മഅ്മൂറുൻ വ അന മഅ്മൂറുൻ, നീ അള്ളാഹുവിനാൽ കൽപ്പിക്കപ്പെട്ടവനാണ്, ഞാനും അള്ളാഹുവിനാൽ കൽപ്പിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് നീ ഇന്ന് അസ്തമിക്കരുതെന്ന് യൂഷ ബിൻ നൂൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം സൂര്യനോട് കൽപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന കേൾക്കുകയും അവർ വിജയിക്കുന്നത് വരെ സൂര്യൻ അസ്തമിക്കുന്നില്ല. ദിവസങ്ങളോളം സൂര്യൻ അസ്തമിക്കാതെ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊണ്ടാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളെ പോലും അള്ളാഹു നമുക്ക് അനുകൂലാക്കി തരും എന്നുള്ളതാ. അതേ സൂറത്തുൽ കഹ്ഫിൽ പറയുന്ന കഥയും അത് തന്നെയാണ്. നമുക്കറിയാം, ഒരു പറ്റം യുവാക്കൾ ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിലകൊള്ളാൻ തീരുമാനിച്ച ഒരു വിഭാഗം ചെറുപ്പക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമയത്തെ തടഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിച്ചത്. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊണ്ടാൽ അള്ളാഹു സൃഷ്ടികളെ നമ്മുടെ പരിധിയിലേക്ക് തരുമെന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഈ യൂഷ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം ബൈബിളും അതേ രൂപത്തിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. യോശുവയുടെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനത്തിൽ അവർ എഴുതപ്പെട്ട എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾ തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ ആകാശമധ്യേ അസ്തമിക്കാതെ നിന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവര് മസ്ജിദുൽ അഖ്സ കീഴടക്കുന്നു. പിന്നീട് അവർ കീഴടക്കിയതിനു ശേഷം വീണ്ടും അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കാൻ അവര് വീണ്ടും വ്യതിചലിച്ച് പോയതോടുകൂടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പിന്നോട്ട് പോയ സന്ദർഭത്തിൽ അവരുടെ കയ്യിൽ നിന്നും അമാലിക്കുകളുടെ രാജാവായിട്ടുള്ള ജാലൂത്ത് ആ മസ്ജിദുൽ അഖ്സ അവരിൽ നിന്നും തിരിച്ചു പിടിക്കാൻ ആ താലൂത്ത് മസ്ജിദുൽ അഖ്സ കീഴടക്കുന്നു. ആ സന്ദർഭത്തിൽ താലൂത്തിനെ കീഴടക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആളെ ത്വാലൂത്തിനെ അവരിലേക്ക് അയക്കുകയാണ്. ഈ ത്വാലൂത്തും ജാലൂത്തും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. സൂറത്തുൽ ബഖറയുടെ 246 മുതലുള്ള വചനങ്ങളിൽ ഈ സംഭവം കൃത്യമായിട്ട് കാണാൻ സാധിക്കും.
താലൂത്തും ജാലൂത്തും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അവസാനം ഈ താലൂത്തിന്റെ സൈന്യം അവര് മസ്ജിദുൽ അഖ്സ തിരിച്ചു പിടിക്കുകയാണ്. ഈ താലൂത്തിന്റെ സൈന്യത്തിൽ ഒരു ചെറുപ്പക്കാരനായിട്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ദാവീദ് അല്ലെങ്കിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം വളരെ ചെറുപ്പമായിരുന്നു ആ സന്ദർഭത്തിൽ. പിന്നീട് താലൂത്തിന്റെ മരണശേഷം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രദേശത്തിന്റെ രാജാവായിട്ട് മാറുകയാണ്. ബനൂ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം കൂടെയാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭരണകാലം. അദ്ദേഹത്തിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ പുത്രനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരികയാണ്. അപ്പൊ ഫലസ്തീന്റെ ചരിത്രത്തിൽ ജൂതരുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടൊരു പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം അവിടെ ഒരു ദേവാലയം അല്ലെങ്കിൽ ഒരു ഹൈക്കൽ, ടെമ്പിൾ മൗണ്ട് എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു ഹൈക്കൽ അല്ലെങ്കിൽ ഒരു ദേവാലയം സ്ഥാപിച്ചു എന്നുള്ളതാണ് ജൂതന്മാർ വിശ്വസിക്കുന്നത്. അത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ടും അവർ ഗണിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ജൂതന്മാർ അവിടെ സന്ദർശിക്കാനുള്ള കാരണം. അതാണ് അവരുടെ ആ പ്രദേശവുമായിട്ടുള്ള ബന്ധം. ആ സുലൈമാൻ നബി അല്ലെങ്കിൽ സോളമൻ നിർമ്മിച്ച ആ മന്ദിരാണ് അവരുടെ ഏറ്റവും പവിത്രമായിട്ടുള്ള സ്ഥലമായിട്ട് അവർ കൽപ്പിക്കുന്നത്. അപ്പൊ ഇന്നുള്ള മസ്ജിദുൽ അഖ്സ അതിന്റെ മീതെയാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് അത് തകർക്കണം എന്നുള്ളതാണ് ഇന്ന് സിയോണിസ്റ്റുകളുടെ വാദം. ഏതായിരുന്നാലും അത് പിന്നീട് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാം. ഏതായിരുന്നാലും അദ്ദേഹം നിർമ്മിച്ചത് യഥാർത്ഥത്തിൽ ഇവര് ജൂതന്മാർ പറയുന്നത് പോലെ ദേവാലയം മറ്റോ ആയിരുന്നില്ല. മറിച്ച് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തത് മസ്ജിദുൽ അഖ്സ പുതുക്കി പണിയുക മാത്രമാണ് ചെയ്തത്. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതെല്ലാം സംഭവിക്കുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആഗമനത്തിന്റെ മുമ്പ്, അതായത് 950 വർഷങ്ങൾക്ക് മുമ്പാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിക്കുന്നത്. ഈ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അത് പുതുക്കി പണിതതിന് ശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രാർത്ഥന, മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥന നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. തുർമുദിയും നസായിയും ഉദ്ധരിക്കപ്പെട്ട സ്വഹിയായിട്ടുള്ള ഒരു ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സുലൈമാൻ ഇബ്നു ദാവൂദ് ലമ്മ ബന ബൈത്തുൽ മുഖദ്ദസ്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിച്ചതിന് ശേഷം സഅലല്ലാഹു അസ്സ വജൽ സലാസ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് 3 കാര്യങ്ങൾ ചോദിച്ചു. ഒന്നാമതായിട്ട് അദ്ദേഹം ചോദിച്ചത് ഹുക്മൻ യുസാദിഫു ഹുക്മഹു, നീതിയോടെ വിധി കൽപ്പിക്കാനുള്ള കഴിവ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഊതിയഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അദ്ദേഹത്തിന് നൽകി. രണ്ടാമതായിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത് മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം ഒരാൾക്കും നൽകാത്ത രൂപത്തിലുള്ള രാജാധികാരം അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഊതിയഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അതും അദ്ദേഹത്തിന് നൽകി. മൂന്നാമതായിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ആരെങ്കിലും അവിടെ വന്ന്, അതായത് ബൈത്തുൽ മുഖദ്ദസിൽ വന്നുകൊണ്ട് നമസ്കരിച്ചു പോയാൽ ഖറജ മിൻ ഖതീഅതിഹി കയൗമി വലത്തുഹു ഉമ്മു, അവന്റെ മാതാവ് പ്രസവിച്ച ദിവസം പോലെ അവന്റെ പാപങ്ങൾ മുഴുവനും മായ്ക്കപ്പെടട്ടെ എന്നാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മൂന്നാമത്തെ പ്രാർത്ഥന. അതായത് ഹജ്ജ് പോലെയുള്ള പ്രതിഫലം ലഭിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ആദ്യത്തെ 2 പ്രാർത്ഥനയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു, മൂന്നാമത്തേതും സ്വീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഹദീസ് ഉദ്ധരിച്ച മനോഹരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഹദീസ് ഉദ്ധരിച്ച ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഒരു ഹദീസ് കേട്ടതിന് ശേഷം അദ്ദേഹം പല സന്ദർഭത്തിലും മദീനയിൽ നിന്ന് കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് ഈ ഒരു കൂലി കിട്ടാൻ വേണ്ടി അദ്ദേഹം 2 റക്അത്ത് നമസ്കരിച്ച് തിരിച്ചു വരുമായിരുന്നു അത്ര. സുബ്ഹാനല്ലാഹ്. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെയാണ് അദ്ദേഹം തിരിച്ചു വരിക. കാരണം ആ നിസ്കരിക്കാൻ വേണ്ടി മാത്രം, അതിനു വേണ്ടി മാത്രമാണ് ഞാൻ വന്നു എന്നുള്ള ആ ഒരു നെയ്യത്ത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം വെള്ളം പോലും കുടിക്കില്ലായിരുന്നല്ല. സുബ്ഹാനല്ലാഹ്. യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യമില്ല, പക്ഷേ അതായിരുന്നു സ്വഹാബത്ത്. അതാണ് അവരെ നമ്മളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പിന്നീട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തിന് ശേഷം വീണ്ടും അവർ ധിക്കാരം അല്ലെങ്കിൽ ദുർബലരാവുകയാണ്. ആ സന്ദർഭത്തിൽ, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആഗമനത്തിന്റെ 590 വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോണിയക്കാരനായിട്ടുള്ള ഒരു രാജാവ്, അതായത് അദ്ദേഹത്തിന്റെ പേര് നബൂഖദ്നസർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ആ ചക്രവർത്തിയുടെ കീഴിൽ വന്നൊരു സൈന്യം വീണ്ടും മസ്ജിദുൽ അഖ്സ അവർ പിടിച്ചു എന്ന് മാത്രമല്ല, ആദ്യമായിട്ട് അവര് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ആ മന്ദിരം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസപ്രകാരം ആ പള്ളിയെ അവർ തകർത്ത സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും മറ്റൊരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുകയാണ്. ബനു ഇസ്രായേലിൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, കുല്ലമ ഹലക നബിയുൻ ഖലഫ നബിയുൻ, ഒരു പ്രവാചകൻ മരണപ്പെട്ടാൽ ഉടൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത പ്രവാചകനെ അവരിലേക്ക് അയക്കും. അപ്പോൾ തുടരെ അള്ളാഹു അവരിലേക്ക് പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. മറ്റൊരു പ്രവാചകൻ വരുന്നു, അതിലൂടെ അവർ ശക്തി പ്രാപിക്കുകയും പിന്നീട് വീണ്ടും അവരത് തിരിച്ചു പിടിക്കുകയാണ്. ആ തിരിച്ചു പിടിച്ചതിന് ശേഷമാണ് പിന്നീട് സൂറത്ത് മറിയമിന്റെ തുടക്കത്തിൽ പറയുന്ന സംഭവങ്ങളെല്ലാം പിന്നീട് അരങ്ങേറുന്നത്.
സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച മിഹ്റാബ്, അദ്ദേഹത്തിന്റെ കുട്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതേപോലെ തന്നെ മറിയം സലാമുൻ അലിഹ അവര് താമസിച്ച ആ ഭവനം, കുല്ലമാ ദഖല അലിഹ മിഹ്റാബ് വജദ ഇൻദഹ റിസ്ഖ, സൂറത്തു മറിയം തുടക്കത്തിൽ നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ ആ സൂറത്തു മറിയമിൽ പറയുന്ന മറിയം സലാമുൻ അലിഹ അവര് ഇരുന്ന മിഹ്റാബ്, അതേപോലെ തന്നെ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്ത സ്ഥലമെല്ലാം ഇതേ ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. അവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് മറിയം സലാമുൻ അലൈഹി അവരോട് ആ കുഞ്ഞുണ്ടാകാൻ പോകുന്ന സന്തോഷ വാർത്ത അല്ലെങ്കിൽ ആ ഒരു വാർത്ത അറിയിച്ചതെല്ലാം അതേ ലൊക്കേഷനിൽ വെച്ചുകൊണ്ടാണ്. അതെല്ലാം സംഭവിക്കുന്നത് അവിടെ വെച്ചുകൊണ്ടാണ്. അതേപോലെ തന്നെ പിന്നീട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധനം ചെയ്ത സ്ഥലവും അത് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലും ബനൂ ഇസ്രായേൽ അവരുടെ ധിക്കാരം തുടരുകയാണ്. അവരെത്രത്തോളം എന്ന് വെച്ചാൽ അവര് അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പോലും വധിക്കുകയും ചെയ്തു. അവർ വധിച്ചു. യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ വധിച്ചു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒരു ജാരസന്തതിയായിട്ട് നഊദു ബില്ലാഹ് അവർ കണ്ട് അദ്ദേഹത്തെ വധിക്കാനുള്ള ശ്രമം അവർ നടത്തി. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു എന്നുള്ളത് ഞാൻ പറഞ്ഞു. മറിയം സലാമുൻ അലൈഹയുടെ വിശുദ്ധിയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവരെ വധിക്കാൻ ശ്രമിച്ചതിൽ നിന്നും രക്ഷപ്പെടുത്തിയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് ലോകത്തിന് കൃത്യമായിട്ട് ആ ചിത്രങ്ങളെല്ലാം കൃത്യമായിട്ട് നൽകിയത് പരിശുദ്ധ ഖുർആനാണ്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവര് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വധിച്ചതിന് ശേഷം, വധിച്ചു എന്ന് അവരെ അവകാശപ്പെടുന്നു, യഥാർത്ഥത്തിൽ വധിച്ചിട്ടില്ല. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലശേഷം ജൂതന്മാരായിട്ടുള്ള ആളുകൾ അവര് ക്രൈസ്തവർക്കെതിരെ ശക്തമായിട്ടുള്ള അക്രമം തുടരുകയും ആ ക്രൈസ്തവരെ മുഴുവനും അവിടെ നിന്ന് അവരെ ആട്ടി ഓടിക്കുകയും ചെയ്തു. ജൂതന്മാര് ആട്ടി ഓടിക്കപ്പെട്ട ക്രൈസ്തവര് പിന്നീട് അവര് ഖുദ്സിൽ നിന്നും റോമിലേക്ക് പോയിട്ട് അവിടെയാണ് അഭയം തേടിയത്. ആ റോമിലാണ് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അവിടെ പ്രബോധനം ചെയ്ത് അവിടെ ജീവിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ജൂതന്മാരുടെ ഈ ധിക്കാരം കാരണം ഖുദ്സ് വീണ്ടും അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ട് 7 വർഷം കഴിഞ്ഞ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടെ ഖുദ്സ് മറ്റൊരു രാജാവ് തീത്തോസ് അല്ലെങ്കിൽ ടൈറ്റസ് എന്ന പേരിലാണ് ആ രാജാവിനെ അറിയപ്പെടുന്നത്. അദ്ദേഹം പിടിച്ചെടുക്കുന്നു, അദ്ദേഹം അത് വീണ്ടും നശിപ്പിക്കുന്നു. ഏതായിരുന്നാലും കൂടുതൽ വിശദീകരിക്കില്ല. ആ ചരിത്രം അത് ബോറടിക്കുന്നതാണ്, അത്രയും സുദീർഘമായിട്ടുള്ള ചരിത്രം. അദ്ദേഹം അത് വീണ്ടും നശിപ്പിക്കുന്നു. പിന്നീട് ജൂതന്മാരുടെ പീഡനം കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ റോമിലേക്ക് കുടിയേറി. ആ റോമിലേക്ക് കുടിയേറിയതിന് ശേഷം പിന്നീട് ക്രിസ്താബ്ദം 324 ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവം അരങ്ങേറുന്നുണ്ട്. റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം സൂര്യ ആരാധകനായിരുന്ന ബഹുദൈവ വിശ്വാസിയായിരുന്നു. അദ്ദേഹം അത്ഭുതപ്പെടുന്ന രൂപത്തിൽ അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കുകയാണ്. അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കുക മാത്രമല്ല, അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പഴയ മതത്തിലുള്ള, അതായത് സൂര്യ ആരാധകനായിരുന്ന അദ്ദേഹത്തിന്റെ മതത്തിലുള്ള പല ആചാരങ്ങളും അദ്ദേഹം ക്രിസ്തു മതവുമായി കൂട്ടിക്കലർത്തി. അങ്ങനെ കൂട്ടിക്കലർത്തി യേശു ക്രിസ്തു പഠിപ്പിക്കാത്ത നിരവധി തത്വങ്ങൾ, ത്രിയേകത്വം അടക്കമുള്ള നിരവധി തത്വങ്ങൾ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും അതേപോലെ തന്നെ മറ്റൊരു ഫിഗറായിട്ട് വരുന്നത് പൗലോസാണ്. വെളിപാടുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പൗലോസ്, ഇവര് രണ്ടുപേരും കൂടെയാണ് ഇന്നുള്ള ക്രിസ്തു മതത്തിന്റെ സ്ഥാപകരായിട്ട് യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത്. അതായത് യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അധ്യാപനങ്ങളെ മുഴുവനും ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും പൗലോസും മാറ്റിമറിക്കുകയാണ് ചെയ്തത്. ഏതായിരുന്നാലും അത് മറ്റൊരു വിഷയമാണ്, അത് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നതല്ല. ഏതായിരുന്നാലും കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിച്ചതോടുകൂടെ ഈ റോമൻ ചക്രവർത്തിയായിട്ട് കോൺസ്റ്റന്റൈൻ പിന്നീട് അദ്ദേഹം ഓരോ പ്രദേശങ്ങൾ കീഴടക്കി. അവസാനം അദ്ദേഹം സിറിയയും അദ്ദേഹം കീഴടക്കി. അപ്പൊ സിറിയ എന്ന് വെച്ചാൽ സിറിയക്കകത്താണ് ഫലസ്തീൻ ഉള്ളത്. ആ സിറിയ അദ്ദേഹം കീഴടക്കിയതോടുകൂടെ ഈ ബൈത്തുൽ മുഖദ്ദസ് അത് ക്രൈസ്തവരുടെ കയ്യിലാവുകയാണ്. സുബ്ഹാനല്ലാഹ്. ക്രൈസ്തവരുടെ കയ്യിലായതിനു ശേഷം അവരിതിന് പകരം വിട്ടു. അതായത് നേരത്തെ ജൂതന്മാരവരെ ആട്ടി ഓടിച്ചിട്ടുണ്ട്, അതിന് പകരമായിട്ട് ക്രൈസ്തവർ അവിടെയുള്ള മുഴുവൻ ജൂതന്മാരെയും അവർ ആ പ്രദേശത്ത് നിന്ന് ആട്ടി ഓടിച്ചു. അവർക്ക് അവിടെ പ്രാർത്ഥനാ സ്വാതന്ത്ര്യമൊക്കെ നിഷേധിച്ചു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം വരെ ജൂതന്മാർക്ക് ജെറൂസലേമിൽ പ്രവേശനമുണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും അതാണ് പ്രവാചകന്റെ മുന്നേയുള്ള ചരിത്രത്തിന്റെ വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള ചരിത്രം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം പ്രവാചകന്റെ കാലം ആരംഭിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുന്നു. പ്രവാചകന് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിക്കുന്നു. നുബുവത്ത് ലഭിച്ചതിന് ശേഷം ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞ് നമസ്കരിച്ചത്
ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. നമുക്കറിയാം സുബ്ഹാനല്ലാഹ്, മക്കയിൽ 3 വർഷവും പിന്നീട് ഹിജറയ്ക്ക് ശേഷം മദീനയിൽ എത്തിയതിനു ശേഷവും 16-17 മാസത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞ് നമസ്കരിച്ച്, അതായത് മുസ്ലിങ്ങളുടെ ഖിബല ഈ ജെറൂസലേമായിരുന്നു. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, നമ്മുടെ ആദ്യത്തെ ഖിബല കൂടെയാണത്. എന്തുകൊണ്ടാണ് ഈ ജെറൂസലേം അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് ഖിബലയായിട്ട് നൽകിയത്? അതിനുള്ളൊരു യുക്തി എന്താണെന്ന് വെച്ചാൽ, ഈ പ്രവാചകൻ അദ്ദേഹം പുതിയൊരു ആശയവുമായിട്ടല്ല വന്നത്, മറിച്ച് മുൻഗാമികളുടെ തുടർച്ച തന്നെയാണ്. അദ്ദേഹം അവരുടെ അതേ തുടർച്ച പിൻഗാമി ആയിക്കൊണ്ടാണ് വരുന്നതെന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ രൂപത്തിൽ അവരുടെ അതേ ഖിബല ആദ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത്. അതോടൊപ്പം തന്നെ 2 ഖിബലക്കും അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ച ചരിത്രത്തിലെ ഒരേ ഒരു പ്രവാചകൻ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് തന്നെ യഥാർത്ഥത്തിൽ ആ പ്രവാചകൻ മുൻകാല മതങ്ങളുടെ തുടർച്ചയായിട്ട് വന്ന മുഴുവൻ ലോകത്തിനുള്ള അന്തിമ പ്രവാചകനാണെന്നുള്ള ഒരു സൂചനയാണ് അത് നൽകുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ മക്ക കാലഘട്ടത്തിൽ നമുക്കറിയാം, അക്സയുമായിട്ട് ബന്ധപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഇസ്രാ മിഅ്റാജും രണ്ടും അക്സയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കാരണം ഇസ്രാ എന്നുള്ളത് മക്കയിൽ നിന്നും അക്സയിലേക്കുള്ള യാത്ര, മിഅ്റാജ് എന്ന് വെച്ചാൽ അക്സയിൽ നിന്നും പിന്നീട് 7-ാം ആകാശം വരെയുള്ള യാത്ര. അപ്പൊ രണ്ടും സംഗമിക്കുന്ന സംഗമ ബിന്ദു മസ്ജിദുൽ അക്സയാണ്. സുബ്ഹാനല്ലാഹ്, സുദീർഘമായിട്ടുള്ള ചരിത്രം, അത് മണിക്കൂറോളം സംസാരിക്കാനുണ്ട്. മനോഹരമായിട്ടുള്ള സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വിശദീകരിക്കാൻ. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ബുറാഖ് എന്ന വാഹനവുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തെ അതിൽ കയറ്റി ആദ്യം മസ്ജിദുൽ അക്സയിലേക്ക് പോകുന്നു. മസ്ജിദുൽ അക്സയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകാലത്തുള്ള സർവ്വ പ്രവാചകന്മാർക്കും ഇമാമായി നിന്നുകൊണ്ട് നമസ്കരിക്കാൻ. സുബ്ഹാനല്ലാഹ്, അതിമനോഹരാണ്. കാരണം അതിലുള്ളൊരു യുക്തി നിങ്ങൾ ചിന്തിച്ചു. ഒന്നാമതായിട്ട് മസ്ജിദുൽ അക്സയിലുള്ള ആ നമസ്കാരം കാണിക്കുന്നത്, ഒന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹം, അള്ളാഹു ശ്രേഷ്ഠമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹം എന്നുള്ളത്, ഉമ്മത്ത് എന്നുള്ളത് ബനൂ ഇസ്രായേലായിരുന്നു. അപ്പൊ അവർ ആ ദൗത്യം അവർ നിർവഹിക്കുന്നതിൽ നിന്നും അവർ പരാജയപ്പെട്ടു. അപ്പൊ ബനൂ ഇസ്രായേൽ അത് പരാജയപ്പെട്ട സന്ദർഭത്തിൽ ആ ഒരു ദൗത്യം പുതിയ ഉമ്മത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ആ ഉമ്മത്തിലേക്കുള്ള ആ ട്രാൻസ്ഫർ ആണ് യഥാർത്ഥത്തിൽ, ആ ട്രാൻസ്ഫറിന്റെ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ പ്രതീകാത്മകമായിട്ട് മസ്ജിദുൽ അക്സയിൽ വെച്ചുള്ള ഈ നമസ്കാരം നമ്മളെ കാണിക്കുന്നത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയൊരു ഉമ്മത്തിന് ആ ഒരു ചുമതല ഏൽപ്പിക്കുകയാണ്. ആ ചുമതല ഏൽപ്പിക്കുന്നതിന്റെ പ്രഖ്യാപനം കൂടെയായിരുന്നു നമസ്കാരം. അതോടൊപ്പം സർവ്വ പ്രവാചകന്മാർക്കും ഇമാമായി നിന്ന് നമസ്കരിക്കുക വഴി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം എന്നുള്ളത് ഇനി വരാനുള്ള സർവ്വ മനുഷ്യർക്കുമുള്ള സന്ദേശമാണെന്നുള്ള പ്രഖ്യാപനം കൂടെയാണ് നമസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ നമസ്കാരത്തിന്റെ പിന്നിലുള്ള സന്ദേശം അതാണ്. സുബ്ഹാനല്ലാഹ്, മനോഹരാണ്. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, സർവ്വ പ്രവാചകന്മാരും ഒരേ സമയം ഭൂമിയിൽ സംഗമിക്കപ്പെട്ട ഒരേ ഒരു പ്രദേശം അത് മസ്ജിദുൽ അക്സയാണ്. അതായത് ഭൂമിയിലേക്ക് വന്ന സർവ്വ പ്രവാചകന്മാരും ഒരേ സന്ദർഭത്തിൽ ഒരേ സമയത്ത് സംഗമിച്ച ഒരേ ഒരു സ്ഥലം ഭൂമിയിലുള്ള മസ്ജിദുൽ അക്സ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഇതുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കണം. അദ്ദേഹം പറഞ്ഞു, ഒരു പ്രവാചകന്റെയോ അല്ലെങ്കിൽ ഒരു മലക്കിന്റെയോ പാദസ്പർശമേൽക്കാത്ത 1 ഇഞ്ച് സ്ഥലം ജെറൂസലേമിന്റെ പരിസരത്തിലില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തിൽ ഓതിയ ആയത്തിൽ ബാറക്ന ഹൗലഹു, അതിന്റെ പരിസരം മുഴുവൻ ബറക്കത്ത് ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയാനുള്ള കാരണം, ആ മനോഹരമായിട്ടുള്ള ഭൂമി സന്ദർശിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമുക്കറിയാം പ്രധാനമായിട്ടും 2 ശക്തികളായിരുന്നു ഉണ്ടായിരുന്നു, റോമും പേർഷ്യയും. അതായത് പണ്ട് നമ്മൾ അമേരിക്ക, റഷ്യ എന്നൊക്കെ പറയുന്നത് പോലെ ഈ 2 ശക്തികളാണെന്ന് ലോകത്ത് പ്രബല ശക്തികളായിട്ട് ഉണ്ടായിരുന്നത്. മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഈ 2-ൽ ഏതെങ്കിലും ഒന്നിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിന്നിരുന്നത്. അപ്പൊ ആദ്യത്തിൽ നമുക്കറിയാം ഈ 2 ശക്തികൾ റോമും പേർഷ്യയും പല സന്ദർഭത്തിലും ശക്തി തെളിയിക്കാൻ വേണ്ടി അവർ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിലുടനീളം. ചില സന്ദർഭത്തിൽ റോം ജയിക്കും, ചില സന്ദർഭത്തിൽ പേർഷ്യ ജയിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചതിന് ശേഷം 3 വർഷം പിന്നിട്ട സന്ദർഭത്തിൽ, അതായത് AD 613 പേർഷ്യക്കാര് റോമിനെ ശക്തമായിട്ട് പരാജയപ്പെടുത്തി. ഇനി ഒരു തിരിച്ചുവരവില്ലാത്ത രൂപത്തിൽ അതിശക്തമായി പേർഷ്യക്കാര് റോമക്കാരെ പരാജയപ്പെടുത്തി. പേർഷ്യൻ ചക്രവർത്തി കിസ്റു, അദ്ദേഹം ലക്ഷക്കണക്കിന് ക്രൈസ്തവരാണ് ആ യുദ്ധത്തിൽ വധിക്കുന്നത്. അത് വധിച്ച് അവർ ജെറൂസലം അവർ കീഴടക്കി. ഈ യുദ്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യുദ്ധത്തിൽ ജൂതരായിട്ടുള്ള ആളുകൾ പേർഷ്യക്കാരെ സപ്പോർട്ട് ചെയ്തു. കാരണം എന്താ വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞു, ക്രൈസ്തവർ അവരെ മുഴുവൻ ആട്ടി ഓടിച്ചിരുന്നു. അതേപോലെ തന്നെ ജൂതരോടൊപ്പം തന്നെ മക്കയിലുള്ള ഖുറൈശികളും പേർഷ്യക്കാരെ അനുകൂലിച്ചു. കാരണം
ഫലത്തിൽ രണ്ടാളുകളും ബഹുദൈവ വിശ്വാസികളാണ്. പേർഷ്യക്കാർ മജൂസികളായിരുന്നു. അപ്പൊ അതുകൊണ്ട് മക്കയിലുള്ള ഖുറൈശികളും പേർഷ്യക്കാരെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ അതേ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും റോമിനെയാണ് അനുകൂലിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് റോം ക്രൈസ്തവരാണ്. അപ്പോൾ വിശ്വാസപരമായിട്ട് നമ്മോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ക്രൈസ്തവരാണ്. അതോടൊപ്പം നമുക്കറിയാം, നമ്മൾ മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഹിജ്റ അബിസീനിയ പോലെയുള്ള പ്രദേശത്തേക്ക് നമ്മൾ പോയ സന്ദർഭത്തിൽ, ക്രൈസ്തവ പ്രദേശങ്ങളിലേക്ക് പോയ സന്ദർഭത്തിൽ നമുക്ക് അവർ ഒരുപാട് സഹായം നൽകിയിട്ടുണ്ട്. നജാഷിയുടെ കഥയെല്ലാം നമുക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സപ്പോർട്ട് ചെയ്തത് റോമിനെയായിരുന്നു. പക്ഷേ യുദ്ധത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത റോം ശക്തമായിട്ട് പരാജയപ്പെടുകയാണ്. ആ സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആൻ അവിശ്വസനീയമായിട്ടൊരു പ്രവചനം നടത്തുന്നത്. പരിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്തുർ റൂമിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീൻ. റോം പരാജയപ്പെട്ടിരിക്കുന്നു, ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ അവർ തിരിച്ചു വരുമെന്നുള്ള പരിശുദ്ധ ഖുർആന്റെ പ്രവചനം. സുബ്ഹാനല്ലാഹ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും അസാധ്യമാണെന്ന് തോന്നുന്ന ആ ഒരു പ്രവചനാണ്, അത്ഭുത പ്രവചനാണ് പരിശുദ്ധ ഖുർആൻ ആ സന്ദർഭത്തിൽ നടത്തുന്നത്. ഈ പ്രവചനം എടുത്തു കാട്ടി ഖുറൈശികളായിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങളെ കളിയാക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് നമുക്കറിയാം, അവരുടെ ഖുറൈശികളുടെ പ്രമാണിമാരിൽ ഒരാളായിരുന്ന ഉബയ്യ് ഇബ്നു ഖലഫ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായിട്ട് വെറ്റുവെക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ റോം തീർച്ചയായിട്ടും അവർ വീണ്ടും വിജയിക്കും, 9 വർഷത്തിനകത്ത് അത് സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം 100 ഒട്ടകത്തിന് വേണ്ടി വെറ്റുവെക്കുന്നതായിട്ടുള്ള ഒരു സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് നടക്കുന്ന സന്ദർഭത്തിൽ ജെറൂസലേം പേർഷ്യക്കാരുടെ കയ്യിലായിരുന്നു. പിന്നീട് പരിശുദ്ധ ഖുർആന്റെ ആ പ്രവചനം പുലരുകയാണ്. സുബ്ഹാനല്ലാഹ്. റോമൻ ചക്രവർത്തി ഹിറാക്ലിയസ് ഒരു വലിയ സൈന്യവുമായിട്ട് വന്ന് പേർഷ്യക്കാരോട് പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. വിചിത്രമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പേർഷ്യക്കാർക്കെതിരെ പേർഷ്യക്കാരെ നേരത്തെ സപ്പോർട്ട് ചെയ്ത ജൂതന്മാര് ഈ തവണ അവർ സപ്പോർട്ട് ചെയ്യുന്നത് ക്രിസ്ത്യാനികളെയാണ്, ക്രൈസ്തവരെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പേർഷ്യക്കാരത് പിടിച്ചെടുത്തതിന് ശേഷം ജൂതന്മാർക്ക് അവർ ഒന്നും നൽകിയില്ല, അതായത് അവിടെ അധികാരം നൽകിയില്ല, അവർ ഒരു സ്വാതന്ത്ര്യം നൽകിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജൂതന്മാർ മനസ്സറിയും, ജൂതന്മാരുടെ ആ തനി നിറം ഇതെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ യുദ്ധത്തിൽ ജൂതന്മാർ അനുകൂലിച്ചത് ക്രൈസ്തവരെയാണ്. ആ യുദ്ധത്തിൽ അത്ഭുതപരം പരിശുദ്ധ ഖുർആന്റെ പ്രവചനം പൂർത്തിയാവുകയാണ്. അവിടെ വെച്ചുകൊണ്ട് ആ യുദ്ധത്തിൽ റോം പേർഷ്യയെ കീഴടക്കുകയാണ്. അത്ഭുതം എന്താന്ന് വെച്ചാൽ, മുസ്ലിങ്ങൾ ബദറിൽ ഖുറൈശികളെ കീഴടക്കിയതും റോം പേർഷ്യയെ കീഴടക്കിയതും രണ്ടും ഒരേ വർഷമാണ് സംഭവിച്ചത്. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ ഒരു ഖദർ നിങ്ങൾ നോക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റോം കീഴടക്കിയ സമയത്ത് ജൂതന്മാർ വളരെ സന്തോഷിച്ചു. കാരണം ഇനി ഞങ്ങൾക്ക് അവിടെ പ്രാർത്ഥനാ സ്വാതന്ത്ര്യം അധികാരമൊക്കെ റോമക്കാർ നൽകുമെന്ന് അവർ കരുതി. പക്ഷേ പഴയ ആ വൈരാഗ്യം ക്രൈസ്തവർ മറന്നിരുന്നില്ല. അവര് ഒരു സ്വാതന്ത്ര്യം വീണ്ടും ജൂതന്മാർക്ക് നൽകുന്നില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഹിജറ പോയ സന്ദർഭത്തിലാണ് ഈ ഒരു സംഭവം, അതായത് റോമക്കാരുടെ കയ്യിൽ ഇത് ലഭിക്കുന്നത്. ഈ ഒരു സംഭവം, അതായത് റോമക്കാർ കീഴടക്കുന്നത് മദീനയിൽ വെച്ച്, പ്രവാചകന്റെ മദീന കാലഘട്ടത്തിലാണ്. റോമക്കാർ കീഴടക്കിയ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള മുഴുവൻ രാജാക്കന്മാർക്കും കത്തെഴുതുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രാജാക്കന്മാർക്കും കത്തെഴുതിയ സന്ദർഭത്തിൽ ആ എഴുത്തിന്റെ കൂടെ റോമൻ ഭരണാധികാരിയായിരുന്ന ഹിറക്കിലിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു എഴുത്തെഴുതി. വളരെ പ്രസിദ്ധമാണ്. നമുക്കൊരു അസ്ലിം തസ്ലിം, മുസ്ലിം ആവുക, വിജയിക്കുക എന്നുള്ള ആ മനോഹരമായിട്ടുള്ള കത്ത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാക്കിലിന് വേണ്ടി അദ്ദേഹം കത്തെഴുതുകയാണ്. ഈ കത്ത് ലഭിക്കുന്നതിന് ഒരല്പം മുമ്പ് ഹിറക്കിൽ ചക്രവർത്തി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടിരുന്നു. സുന്നത്ത് കഴിച്ച ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് തന്നെ കീഴടക്കുന്നതായിട്ടുള്ള ഒരു സ്വപ്നം അദ്ദേഹം കണ്ടിരുന്നു. അപ്പൊ സ്വപ്നം കണ്ട് അദ്ദേഹം ഭയപ്പെട്ട് തന്റെ കൊട്ടാരത്തിലുള്ള ആളുകളോട് പങ്കുവെച്ച സന്ദർഭത്തിൽ അവരൊക്കെ കരുതി ഈ സ്വപ്നത്തിൽ കണ്ടത് ജൂതന്മാരെ കുറിച്ചാകും. അപ്പൊ അവരെ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച്, ജൂതന്മാര് നമ്മളിവിടുന്ന് ആട്ടി ഓടിച്ചിട്ടുണ്ട്, അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് താങ്കൾ ഭയക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഈ സ്വപ്നം കണ്ടതിന് ശേഷം 1-2 ദിവസം കഴിഞ്ഞ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ലഭിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ മറ്റൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, കത്ത് ലഭിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം മസ്ജിദുൽ അഖ്സയിലാണ് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ചക്രവർത്തി എപ്പോഴും ഉണ്ടാവുക റോമിന്റെ തലസ്ഥാനമായിട്ടുള്ള കോൺസ്റ്റന്റിനോപ്പിൾ, അതായത് ഇന്നത്തെ ഇസ്താംബൂളിലാണ് ചക്രവർത്തി ഉണ്ടാവുക. പക്ഷേ അദ്ദേഹം മറ്റെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി മസ്ജിദുൽ അഖ്സയിൽ എത്തിയ സമയത്താണ് അദ്ദേഹത്തിന് ഈ കത്ത് ലഭിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം കത്ത് വായിച്ചു. അപ്പൊ കത്ത് വായിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വല്ലാതെ ആ കത്ത് സ്വാധീനിച്ചു. അദ്ദേഹം പറഞ്ഞു, അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി മക്കയിലുള്ള ആരെങ്കിലും ഈ ഒരു പ്രദേശത്ത് ഇവിടെ കച്ചവട ആവശ്യത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കാൻ വേണ്ടി സൈന്യത്തിന് അദ്ദേഹം ഉത്തരവ് നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവർ പരിശോധിച്ച സന്ദർഭത്തിൽ
മക്കയിൽ നിന്നും കച്ചവടത്തിനെത്തിയ പ്രവാചകന്റെ ഏറ്റവും വലിയ കഠിന വിരോധികളിൽ ഒരാളായിരുന്നു ആദ്യകാലത്ത് അബൂ സുഫിയാൻ അവിടെ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം കച്ചവടത്തിന് വേണ്ടി ജെറൂസലമിൽ ഉണ്ടായതാണ്. അപ്പൊ അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് അവർ വിളിപ്പിച്ചു. അള്ളാഹിന്റെ ഒരു ഖദർ നിങ്ങൾ നോക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അദ്ദേഹം അബൂ സുഫിയാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചക്രവർത്തി അബൂ സുഫിയാനോട് പ്രവാചകനെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ സുദീർഘമായിട്ടുള്ള ആ സംഭാഷണം സ്വഹീഹുൽ ബുഖാരിയിൽ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ കിതാബുൽ വഹയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ സുദീർഘമായിട്ടുള്ള ഹദീസാണ്, ഞാനിത് ഇവിടെ ഉദ്ധരിക്കുന്നില്ല. അപ്പൊ കളവ് പറഞ്ഞാൽ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കി അബൂ സുഫിയാൻ. കാരണം എന്തെങ്കിലും കളവ് പറഞ്ഞാൽ അത് പറയാൻ വേണ്ടി മറ്റൊരാളെയും ഇറക്കൽ ചക്രവർത്തി മറ്റൊരാളെ അപ്പുറത്ത് വെച്ചിരുന്നു. സത്യസന്ധമായിട്ട് മറുപടി നൽകാൻ അബൂ സുഫിയാൻ നിർബന്ധിതനാവുകയാണ്. ആ സന്ദർഭത്തിലാണ് അബൂ സുഫിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം ശത്രുവായിട്ടുള്ള അബൂ സുഫിയാൻ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പ്രവാചകനെ മദ്ഹ് ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ശത്രുവിന്റെ നാവിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇതെല്ലാം ശ്രവിച്ചതിന് ശേഷം ഹിറക്കൽ ചക്രവർത്തി അദ്ദേഹം പറഞ്ഞ വാക്ക് അതേ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞത് മുഴുവൻ സത്യമാണെങ്കിൽ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം കൂടെ അദ്ദേഹത്തിന്റെ കൈകളിൽ ഉടൻ വന്നു ചേരും. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകത്തെ ഏറ്റവും വലിയൊരു ചക്രവർത്തി ബൈത്തുൽ മുഖദ്ദസിൽ നിന്നുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും അവിശ്വാസിയായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ വായിൽ നിന്നാണ് ഈ വാക്ക് വരുന്നത്. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഒരല്പകാലം കൊണ്ട് ഞാൻ ഈ നിൽക്കുന്ന പ്രദേശം പോലും അദ്ദേഹത്തിന്റെ കൈകളിൽ വന്നു ചേരുമെന്ന് ഒരു അവിശ്വാസിയായിട്ടുള്ള ചക്രവർത്തിയാണ് ആ സന്ദർഭത്തിൽ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് പ്രകാരം തന്നെ കൃത്യം 9 വർഷം കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ കയ്യിൽ ബൈത്തുൽ മുഖദ്ദസ് വന്നു ചേരുകയും ചെയ്തു. ഇതൊക്കെ അത്ഭുതമാണ്. ഇതൊക്കെ യാദൃച്ഛികമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? സുബ്ഹാനല്ലാഹ്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ടുള്ള ആ ഖദർ അനുസരിച്ചുകൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഷാമിനെ അല്ലെങ്കിൽ ഷാമിന്റെ ബർക്കത്തിന് വേണ്ടി പ്രവാചകൻ അതിന് പ്രാർത്ഥിക്കുന്ന നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന തുർമുദി ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷാമിന് ഭാവുകങ്ങൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചോദിച്ചു, പ്രവാചകരെ താങ്കൾ ഷാമിനെ വാഴ്ത്തുകയാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, കാരണം മാലാഖമാർ ഷാമിന് മുകളിൽ, ഷാം എന്ന് വെച്ചാൽ സിറിയക്ക് മുകളിൽ ചിറക് വിരിച്ച് നിൽക്കുന്നു. തുർമുദി ധരിക്കപ്പെടുന്ന ഹദീസ്. അപ്പൊ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റേണ്ടത്, ഷാം എന്ന് കേൾക്കുമ്പോൾ ഹദീസിലൊക്കെ പ്രവാചകൻ ഷാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം ഷാം എന്ന് കേൾക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരിക്കലും ആധുനിക സിറിയയെ നമ്മൾ ഒരിക്കലും മനസ്സിലേക്ക് കൊണ്ടുവരരുത്. കാരണം പ്രവാചകൻ ഹദീസിൽ പറയുന്ന ഷാം എന്നുള്ളത് ഇന്നത്തെ സിറിയയും ലബനോനും ഫലസ്തീനും ജോർദാനും അടങ്ങുന്ന വലിയൊരു പ്രദേശമാണ്. അതിനകത്താണ് ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ സിറിയ അല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പ്രവാചകൻ നമ്മുടെ കയ്യിൽ അത് വരണമെന്ന് പ്രവാചകൻ അതിയായിട്ട് ആഗ്രഹിക്കുകയും അതിന്റെ ഭാഗമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതകാലത്ത് അറേബ്യക്ക് പുറത്തുള്ളവരുമായിട്ട്, അതായത് റോമക്കാരുമായിട്ട് നടത്തിയ ഒരേ ഒരു യുദ്ധം അതിനുവേണ്ടി അരങ്ങേറുകയും ചെയ്തു. നമുക്കറിയാം മുഅ്ത യുദ്ധം അരങ്ങേറുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്താണ്. അതോടൊപ്പം തബൂക്ക് യുദ്ധം നടന്നിട്ട്, പക്ഷേ നമുക്കറിയാം തബൂക്ക് യുദ്ധം സംഭവിച്ചിട്ടില്ല. ഒരേ ഒരു യുദ്ധം മുഅ്ത യുദ്ധമാണ്. അതിന്റെ ലക്ഷ്യം ഈ ഷാം കീഴടക്കുക എന്നുള്ളതാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അതേ പാത പിന്തുടർന്നുകൊണ്ട് നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉമ്മത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് നിരവധി ആ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ വേണ്ടി അദ്ദേഹത്തിന് നിരവധി നിരവധി യുദ്ധങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നു. ആ യുദ്ധങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൈന്യത്തെ ഒരേ ഒരു സ്ഥലത്തേക്ക് മാത്രമേ സൈന്യത്തെ അയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അത് ഷാമിലേക്കാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമായ അജ്നദൈൻ യുദ്ധം, ആ അജ്നദൈൻ യുദ്ധത്തിന്റെ ലക്ഷ്യം ഈ ഷാം കീഴടക്കുക എന്നുള്ളതാണ്. അദ്ദേഹം മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഡമസ്കസ് കീഴടക്കി. പിന്നീട് അടുത്തതായിട്ട് വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 2 യുദ്ധങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യർമൂക്കും ഖാദിസിയയും. ഈ 2 യുദ്ധങ്ങൾ, യർമൂക്കും ഖാദിസിയയും ഈ 2 യുദ്ധത്തിലും വിജയിച്ചുകൊണ്ട് മുസ്ലിം മുന്നേറ്റം ജെറൂസലേമിലെത്തി അവസാനം അവര് ജെറൂസലേം ഉപരോധിച്ചു. ആ ജെറൂസലേം ഉപരോധിച്ച സന്ദർഭത്തിൽ അത് മുസ്ലിങ്ങൾക്ക് വിട്ടുതരാൻ വേണ്ടി ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ സന്നദ്ധരാവുകയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവർ വിട്ടുതരുന്നതിന് മുമ്പ് അവരെ ഒരു കണ്ടീഷൻ വെച്ചു. അവർ പറഞ്ഞെന്താ വെച്ചാൽ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത്, നിങ്ങളുടെ ഖലീഫ നേരിട്ട് വന്ന് ഞങ്ങളിൽ നിന്നും അതിന്റെ താക്കോല് സ്വീകരിക്കണം. കാരണം അപ്രകാരമാണ് ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്.
അതായത് ഒരു അമീറിന് മാത്രമേ ഈ ഇതിന്റെ കീ കൈമാറാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങളുടെ ഖലീഫ വന്ന് വേണം ഈ ഒരു കീ സ്വീകരിക്കാനെന്ന് അവരോട് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മദീനയിലുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിവരം അറിയിക്കാൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെയുള്ള ആളുകളോടൊക്കെ കൂടിയാലോചിച്ചതിന് ശേഷം അവിടേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുകയാണ്. അവിടെ വെച്ചാണ് ആ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള യാത്ര സംഭവിക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് മദീനയിൽ നിന്നും ഖുദ്സിനെ ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്. 2 പേർക്കും കൂടെ ഉണ്ടായിരുന്നത് ഒരേ ഒരു ഒട്ടകമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അത് അവർ പകുതിയായിട്ട് ഉപയോഗിക്കും. ഒരല്പനേരം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്തിരിക്കും. ആ സന്ദർഭത്തിൽ ആ ഭൃത്യൻ അദ്ദേഹം നടക്കും. പിന്നീട് ഒരല്പം കഴിയുമ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നടക്കും, അദ്ദേഹം ഒട്ടകപ്പുറത്തിരിക്കും. ഈ രൂപത്തിലാണ് ആ യാത്രയിലുടനീളം അവർ സഞ്ചരിച്ചത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു പടുകൂറ്റൻ സൈന്യത്തിന്റെ അകമ്പടിയോടെ വേണമെങ്കിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പോകാമായിരുന്നു. പക്ഷേ നമുക്കറിയാം അദ്ദേഹത്തിന്റെ വിനയാണ് അത് കാണിച്ചു തരുന്നത്. അവസാനം നമുക്കറിയാം ജെറൂസലേമിലുള്ള ആളുകൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വരവേൽക്കാൻ വേണ്ടി അവർ വലിയ സന്നാഹങ്ങളാണ് അവരവിടെ ഒരുക്കിയത്. കാരണം പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് അവിടെ അരങ്ങേറാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവർ ലോകത്തുള്ള മുഴുവൻ പ്രധാനപ്പെട്ട ആളുകളെയും വിളിച്ചു. ലോകത്ത് പ്രധാനപ്പെട്ട അവരുടെ അംബാസിഡർമാരും ബിഷപ്പ്മാരെല്ലാം അവിടെ എത്തി. 2 കിലോമീറ്ററോളം വലിപ്പമുള്ള ഒരു ചുവന്ന മനോഹരമായിട്ടൊരു പരവതാനി അവരെ നിരത്ത് അവർ വിരിച്ചു. മാത്രമല്ല മുസ്ലിം സൈന്യാധിപരായിട്ടുള്ള അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ തന്നെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ എല്ലാം നേരത്തെ തന്നെ അവർ വിളിച്ച് അവിടെ റെഡിയാക്കി വെച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കാൻ വേണ്ടി. അവസാനം അവർക്ക് ധരിക്കാൻ വേണ്ടി പ്രത്യേക വസ്ത്രമൊക്കെ നൽകി. അതായത് ഈ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടി അബൂ ഉബൈദക്കും അതേപോലെ തന്നെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെല്ലാം ധരിക്കാൻ ഒരു പ്രത്യേക വസ്ത്രമൊക്കെ നൽകിയിട്ട് അവരിങ്ങനെ ഒരുക്കി ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാത്തിരിക്കാൻ. അവസാനം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ആ ഭൃത്യനും ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ ഗേറ്റിന് മുന്നിലെത്തിയ സന്ദർഭത്തിൽ ഒട്ടകപ്പുറത്തിരിക്കാനുള്ള ഊഴം ഭൃത്യന്റേതായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമീർ ഇനി താങ്കൾ ഇരിക്കണം, കാരണം താങ്കളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്രയും ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടാകും, അതുകൊണ്ട് ഇനി ഞാൻ ഇരിക്കുന്നില്ല, താങ്കൾ ഒട്ടകപ്പുറത്തിരിക്കണം എന്ന് കൽപ്പിച്ച സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന് സന്നദ്ധമാകുന്നില്ല. നീതിമാനായിട്ടുള്ള ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ പറയുന്നത്, താങ്കൾ തന്നെ ഇരുന്നാൽ മതി, കാരണം അങ്ങനെ ആ ഭൃത്യനെ ഒട്ടകപ്പുറത്ത് ഇരുന്നിട്ട് കാൽനടയായിക്കൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടതോടുകൂടെ അവിടെ തിങ്ങി നിറഞ്ഞ മുസ്ലിങ്ങൾ മുഴുവൻ ഉറക്കെ തക്ബീർ വിളിക്കാൻ. രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒട്ടകപ്പുറത്തിരിക്കുന്ന ആ ഭൃത്യനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും തെറ്റിദ്ധരിക്കുകയാണ്. അവസാനം മുസ്ലിങ്ങൾ അദ്ദേഹത്തോട് ആ സന്ദർഭത്തിലാണ് അവർ പോലും അറിയുന്നത് ഇതാണ് യഥാർത്ഥത്തിലുള്ള ഖലീഫ എന്ന് അറിയപ്പെടുന്നത്, ഇതാണ് യഥാർത്ഥത്തിലുള്ള ഖലീഫ എന്ന് അവർ മനസ്സിലാക്കുന്ന ആ സന്ദർഭത്തിലാണ്. കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് നടന്നു വരുന്ന ആ ഖലീഫയെ അവിടെ ഉണ്ടായിരുന്ന ഖുദ്സിന്റെ ബൈത്തുൽ മുഖദ്ദസിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും, നിരവധി ആളുകൾ തിങ്ങി നിറഞ്ഞ ആ സ്ഥലത്തുള്ള മുഴുവൻ ആളുകൾ അത്ഭുതത്തോടുകൂടെ നോക്കി നിൽക്കുകയാണ്, ഇതാണോ ഇവരുടെ ഖലീഫ എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ വേഷവും ഇതൊക്കെ കണ്ട സന്ദർഭത്തിൽ സൈന്യാധിപനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസം തോന്നി. കാരണം ഇത്രയും മനോഹരമായിട്ട് ഇത്രയും വലിയൊരു ഫംഗ്ഷൻ ഈ രൂപത്തിലാണോ ഖലീഫ വരുന്നത്? അദ്ദേഹം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ ഈ രൂപത്തിൽ വരിക വഴി ഞങ്ങളൊക്കെ നിങ്ങൾ നാണം കെടുത്തി കളഞ്ഞല്ലോ എന്ന്. സുബ്ഹാനല്ലാഹ്. ഈ സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിനൊരു കുത്തു കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഓ അബൂ ഉബൈദ, താങ്കൾ ഇതെന്നോട് പറയേണ്ടിയില്ലായിരുന്നു. കാരണം നമ്മളൊരു എളിയ സമൂഹമായിരുന്നു. ആ സന്ദർഭത്തിൽ അള്ളാഹു ഇസ്ലാമിലൂടെയാണ് നമുക്ക് പ്രതാപം നൽകിയത്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമ്മൾ ദുർബലരായിരുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഇസ്ലാമിലൂടെയാണ് നമുക്ക് ശക്തി നൽകിയത്. അതുകൊണ്ട് നമ്മുടെ പ്രതാപത്തിനും ശക്തിക്കെല്ലാം നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം തന്നെ ധാരാളമാണ്, അതല്ലാതെ വസ്ത്രത്തിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ പറയുന്നത്. ഇന്നത്തെ മുസ്ലിം ഭരണാധികാരികളുമായിട്ട് ഇതൊന്ന് ചേർത്ത് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇസ്ലാമിലൂടെയാണ് അവർ പ്രതാപം കണ്ടത്. ഇതൊക്കെ കണ്ട് ഈ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അത്ഭുതത്തോടു കൂടെ നിൽക്കുകയാണ് ഈ കാഴ്ച കണ്ടിട്ട്. അപ്പൊ ഇതൊക്കെ കണ്ട് അവർ അവസാന ക്രൈസ്തവരായിട്ടുള്ള അവരുടെ ആ ക്രൈസ്തവ ബിഷപ്പ്, പാത്രിയാർക്കീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അവസാനം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ജനത്തെ, അതായത് ഈ ഒരു ജനത്തെ തടഞ്ഞു നിർത്താൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ലെന്ന് അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നീട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു
അവർ അദ്ദേഹത്തിന് ആ കീ നൽകുകയാണ്. അദ്ദേഹം അത് ഏറ്റുവാങ്ങി. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഓരോ പ്രദേശങ്ങളും സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആ ബിഷപ്പിന്റെ കൂടെ അദ്ദേഹത്തിന്റെ പേര് സിഫ്രോണീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കാണാൻ സാധിക്കുക. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം ഓരോ സ്ഥലങ്ങൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കാണിച്ചു കൊടുത്ത് അവസാനം ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയുടെ അകത്ത് സന്ദർശിച്ചു കൊണ്ടിരുന്ന സന്ദർഭത്തിൽ അസർ ബാങ്ക് വിളിക്കുകയാണ്. അസർ ബാങ്ക് വിളിച്ചത് കേട്ട സന്ദർഭത്തിൽ ഈ ബിഷപ്പ് അദ്ദേഹത്തോട് പറഞ്ഞു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, താങ്കൾക്ക് ഇവിടെ നമസ്കരിക്കാം വിരോധമല്ലെങ്കിൽ. ആ സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നമസ്കരിച്ചാൽ പിന്നീട് ഉമർ നമസ്കരിച്ച പള്ളിയാണ് ആ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തലതിരിഞ്ഞ മുസ്ലിങ്ങൾ പിന്നീട് ഇത് നിങ്ങളിൽ നിന്ന് പിടിച്ചടക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ നമസ്കരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിക്ക് പുറത്തു പോയിട്ട് ഒരു 10 മീറ്റർ അകലെ പോയിട്ട് അവിടെ വെച്ചുകൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കരിക്കുന്നത്. ചിന്തിക്കുക നിങ്ങൾ, ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ചർച്ച് അത് ഭാവിയിൽ സുരക്ഷിതമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഖലീഫയാണ് നമ്മൾ അവിടെ കാണുന്നത്. എത്ര മനോഹരമാണ് സുബ്ഹാനല്ലാഹ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ നമസ്കരിച്ച അതേ സ്പോട്ടിൽ പിന്നീട് മസ്ജിദ് ഉമർ എന്ന പേരിൽ ഒരു പള്ളി വരികയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണം നിങ്ങൾ നോക്കുക. ഇപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെരുമാറ്റമൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട ഈ സിഫ്രോണിയസ് അവസാനം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് യേശുക്രിസ്തുവിനെ അടക്കിയെന്ന് വിശ്വസിക്കുന്ന, അദ്ദേഹത്തെ ഖബറടക്കിയെന്ന് വിശ്വസിക്കുന്ന ആ പ്രധാനപ്പെട്ട ചർച്ച്, അതായത് ഹോളി സഫൽക്കർ എന്നറിയപ്പെടുന്ന ആ ചർച്ചിന്റെ കീ അദ്ദേഹം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കൈമാറുകയാണ്. ഇനി നിങ്ങളത് സംരക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കൈമാറുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കീ അവിടെയുള്ള ഒരു മുസ്ലിം കുടുംബത്തിന് സംരക്ഷണ ചുമതല ഏൽപ്പിക്കുകയാണ്. ആ മുസ്ലിം കുടുംബമാണ് ആ കീ പിന്നീട് സംരക്ഷിച്ചു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഇന്ന് വരെ, അതായത് 13 നൂറ്റാണ്ടുകളോളം കഴിഞ്ഞ് ഈ 2017 ഇന്ന് വരെ ആ ക്രൈസ്തവരുടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ചർച്ചിന്റെ കീ ഇന്നും സംരക്ഷിക്കുന്നത് ആ പ്രദേശത്തുള്ള ഒരു മുസ്ലിം കുടുംബമാണ്. അത്ഭുതമാണ്. അദീബ് ജൗദഹ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ആ കീ സംരക്ഷിക്കുന്നത്. അതേ ഒരു മുസ്ലിമാണ്. ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ രാവിലെ വന്ന ആ ചർച്ച് തുറക്കുകയാണ് ചെയ്യുന്നത്. മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു രൂപമാണ് നമ്മളവിടെ കാണുന്നത്. പിന്നീട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട്, അതായത് കൂടെയുള്ള സിഫ്രോണീസിനോട് അദ്ദേഹം ചോദിച്ചു, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ആ മന്ദിരം അല്ലെങ്കിൽ ആ പള്ളി അത് എവിടെയാണെന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ആ ബിഷപ്പ് അത് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യഹൂദർ, അതായത് ജൂതര് വിശുദ്ധി കൽപ്പിക്കുന്ന സ്ഥലമാണോ ഇത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ. അപ്പൊ ആ സ്ഥലം ഒന്നാകെ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അവിടെ ചപ്പുചവറുകൾ കൂട്ടിയിടാൻ വേണ്ടി ഉപയോഗിച്ച സ്ഥലമായിരുന്നു. കാരണം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ജൂതന്മാർ. അപ്പൊ അതുകൊണ്ടാണ് ജൂത വിരോധം കാരണം. അത് മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലത്തിന് യാതൊരു പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ വേസ്റ്റ് കൂമ്പാരങ്ങൾ കൂട്ടിയിടാൻ ഉപയോഗിച്ച സ്ഥലമായിരുന്നു അത്. അത് കണ്ട സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വന്തം വസ്ത്രങ്ങളെല്ലാം കയറ്റിയെടുത്തുകൊണ്ട് അദ്ദേഹം സ്വന്തം കൈകൾ കൊണ്ട് ആ ചപ്പുചവറുകൾ വാരിയിട്ട് അവിടെ വൃത്തിയാക്കാൻ തുടങ്ങി. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, സുബ്ഹാനല്ലാഹ്. ഈ കാഴ്ച കണ്ട സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന സൈന്യവും ആ മുഴുവൻ മുസ്ലിങ്ങളും അതിൽ പങ്കുചേരുകയും ആ പ്രദേശം മുഴുവനും അവർ വൃത്തിയാക്കുക. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ജൂതന്മാരുടെ വിശുദ്ധ കേന്ദ്രം അല്ലെങ്കിൽ ആ വിശുദ്ധി കൽപ്പിക്കുന്ന ആ സ്ഥലമാണ് ഖലീഫ സ്വന്തം കൈകൾ കൊണ്ട് വൃത്തിയാക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അത്രയേറെ എല്ലാ മതങ്ങളെയും ഒരേ രൂപത്തിൽ ആദരിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. കാരണം എന്താ വെച്ചാൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിക്കപ്പെട്ട ആ ഭവനം അത് ജൂതന്മാരുടേത് മാത്രമല്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകൻ കൂടെയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മുടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും എല്ലാം നമ്മൾ ഒരേ രൂപത്തിൽ അവരെല്ലാം നമ്മളും കാണുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ഒരേ രൂപത്തിലാണ് നമ്മൾ കാണുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പിന്നീട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വയം തലപ്പാവ് അവിടെ വിരിച്ചുകൊണ്ട് നമസ്കരിക്കാൻ നിൽക്കുകയാണ്. മുസ്ലിങ്ങളുടെ അഖ്സയിലുള്ള ആദ്യത്തെ നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിറാജ് വേളയിൽ നമസ്കരിച്ചിട്ടുണ്ട്. പിന്നീട് മുസ്ലിങ്ങൾ ആദ്യമായിട്ട് അഖ്സയിൽ നമസ്കരിക്കുകയാണ്. എത്ര വികാര നിർഭരായിട്ടുള്ള സന്ദർഭമായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. തിങ്ങി നിറഞ്ഞ ആ സദസ്സിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി അവർ വിളിക്കുന്നത് ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിനാണ്. അദ്ദേഹം പ്രവാചകന്റെ മരണത്തിന് ശേഷം പിന്നീട് അദ്ദേഹം ബാങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ദുഃഖം കാരണം അദ്ദേഹത്തിന് ആ ബാങ്ക് പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നില്ല.
ആ ആളുകൾ മുഴുവനും അദ്ദേഹത്തോട് കെഞ്ചി കേണപേക്ഷിക്കാണ്, താങ്കൾ ബാങ്ക് വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അവസാന ആളുകളുടെ നിർബന്ധം കാരണം ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ ബാങ്ക് വിളിക്കുകയാണ്. 6 വർഷത്തിന് ശേഷമാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നീട് ബാങ്ക് വിളിക്കുന്നത്. വികാര നിർഭരമായിട്ടുള്ള ആ ഒരു സന്ദർഭം. പിന്നീട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നു. അദ്ദേഹം 2 റക്അത്ത്, ആദ്യത്തെ റക്അത്തിൽ അദ്ദേഹം സൂറത്ത് സ്വാദാണ് പാരായണം ചെയ്തത്. കാരണം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറയുന്ന പരാമർശങ്ങളെല്ലാം കടന്നു വരുന്നത് സൂറത്ത് സ്വാദിലാണ്. 2ാമത്തെ റക്അത്തിൽ അദ്ദേഹം സൂറത്തുൽ ഇസ്രാഉം പാരായണം ചെയ്തു കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. അതിനുശേഷം നമുക്കറിയാം പിന്നീട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ടൊരു കരാർ എഴുതി. ആ ഷുറൂത്തുൽ ഉമരിയ എന്ന പേരിൽ ആ കരാർ പ്രസക്താണ്. ആ കരാർ പ്രകാരം അവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ജൂതന്മാർക്ക് വീണ്ടും പ്രവേശനാനുമതി നൽകി അവിടെ ആരാധനാ സ്വാതന്ത്ര്യം എല്ലാം നൽകിക്കൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പ്രദേശത്തെ സംരക്ഷിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാ മതക്കാർക്കും ഒരേ രൂപത്തിൽ ആരാധനാ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ഭരിച്ചത്. അവർക്ക് അവരുടെ മത നിയമപ്രകാരം തന്നെ ഭരണം നടത്താനും വിധിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കാലങ്ങളോളം പിന്നീട് ആ പ്രദേശം ഭരിച്ചത്. സുബ്ഹാനല്ലാഹ്. പിന്നീടുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ പിന്നീട് 1300 വർഷത്തെ ചരിത്രത്തിൽ 2 തവണ മാത്രമാണ് മുസ്ലിങ്ങളിൽ നിന്നും ഖുദ്സ് നഷ്ടപ്പെടുന്നത്. ആദ്യമായിട്ട് നമുക്കറിയാം 1-ാം കുരിശ് യുദ്ധ സന്ദർഭത്തിൽ 93 വർഷക്കാലം മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. പിന്നീട് സലാഹുദ്ദീൻ അയ്യൂബ് റഹിമഹുല്ലാഹ് ഇൻഷാ അല്ലാഹ് അതിന്റെ സുദീർഘ മനോഹരമായിട്ടുള്ള കുരിശ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നടന്ന സലാഹുദ്ദീൻ അയ്യൂബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ആ ഒരു ചരിത്രവും, പിന്നീട് 1-ാം ലോക മഹായുദ്ധ സന്ദർഭത്തിൽ നടന്ന ചരിത്രം, അവസാനമായിട്ട് ഇന്ന് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആ ഒരു ചുരുങ്ങിയ ഒരു വിവരണം ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർച്ചയായിട്ട് അടുത്ത ഭാഗത്തിൽ ഞാൻ സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനോഹരമായിട്ടുള്ള പ്രദേശം കാണാനും ആ മനോഹരമായിട്ടുള്ള പ്രദേശം സന്ദർശിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله.